Good morning to all. Good morning. I am very much happy to with you in three reasons. The first one, I have some sort of greater attraction and a kind of commitment to CG in two ways. I was also a student of CG's DCGC program. That means a Diploma in Career Guidance and Counseling, a KVTS program conducted by CG for last 10 years or 12 years back. And I was the second batch student of that particular program. And I got the second rank in that program too. And that is why I am very much being with that particular institution from the very beginning when I started my connection with that institution one time. The second thing I am telling that once I came there, I got a lot of friends. I got the better faculties, the greater teachers. I learned people from all over the world, maybe, especially from Middle East and in what we call the southern. I am from Tuduvura, the central, maybe the central Travancore, the district called Idukki. And I traveled that much and I had. And till then, that the CG had provided a lot of chances to me to expose myself as a teacher and as a career guide and as whatnot. Therefore, in that way also, I am very much happy to with you. And for these two things, I first of all extend my heartfelt thankfulness to both the institution and all officials and what we call the well-wishers of this institution called CG. ഇതാണ് എൻ്റെ ആദ്യത്തെ ഒരു കാര്യം. ഒരു രണ്ടാമത്തെ ഒരു നിങ്ങളോടുള്ള ഒരു കൺഗ്രാജുലേഷൻ. ഈ വെളുപ്പം കാലത്ത് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എത്ര ആളുകളെന്ന് ഞാൻ നോക്കിയില്ല. എത്ര പേരുണ്ടെങ്കിലും ഒരുപക്ഷെ കേരളത്തിന് പുറത്തുമൊക്കെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ള കുട്ടികളും പേരൻസ് ഒക്കെ പങ്കെടുക്കാം. അവരോടുള്ള എൻ്റെ ഒരു വല്ലാത്തൊരു തൃപ്തിയും സന്തോഷവും എന്ന് പറയുന്നത് പുതിയ കാലത്ത് രൂപപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ആ രൂപം മറ്റൊന്നുമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും നമ്മൾ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിനു മാത്രം സ്ട്രെയിൻ എടുത്ത് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളും ഞാനും ഒക്കെ ചെയ്യുന്ന ജോലികൾ AI പോലെയുള്ള പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഏറ്റെടുക്കുന്ന കാലത്ത് ആവശ്യമില്ലാതെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ തേടി മണിക്കൂറുകൾ ചെലവഴിച്ച് പഠിച്ച് ഇതൊക്കെ നമ്മുടെ സ്വാധീനത്തിൽ കൊണ്ടുവരേണ്ട ഒരു പ്രസക്തിയുമില്ല. തീർത്തും അപ്രസക്തമായ ഒരു പ്രവർത്തനത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത് എന്ന് സോഷ്യൽ മീഡിയകളിൽ 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളെ കാണും. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കും ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒരു സംശയം വരും, ഇതിന്റെ ആവശ്യമുണ്ടോ? അതിനെ സാധൂകരിക്കുന്നതിനും അവർ പറയുന്നത് ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിനുമായി ഇവർ പിന്തുടരുന്ന രീതിയുണ്ട്. അത് ചിലപ്പോൾ ഒരു ബിൽഗേറ്റ്സിന്റെ ചിത്രവും കഥയും എടുത്ത് പറഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ കോണുകളിൽ ഒരു മീഡിയോക്രാറ്റായി നിന്ന് തന്റെ അധ്യയന കാലഘട്ടത്തിൽ നിന്നിട്ട് അതിനപ്പുറത്തേക്ക് വലിയ വിജയങ്ങളുടെ ആകാശങ്ങൾ കീഴ്പ്പെടുത്തിയ വലിയ മനുഷ്യരെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടാണ് ഇയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, ഇയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിച്ചപ്പോൾ ഒരു സൈക്ലോണാക്കലുകാരായിരുന്നില്ലേ? എന്നാൽ അതേ കാലഘട്ടത്തിൽ തന്നെ ആ വിമാനം കണ്ടുപിടിക്കുന്നതിന് കോടിക്കണക്കിന് രൂപ മുടക്കി അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കയിലെ സർവകലാശാലയിലെ പ്രൊഫസറെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അങ്ങനെ ചെയ്താൽ പോരെ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. മൈ ഡിയർ യങ് ഫ്രണ്ട്സ് ആൻഡ് പേരൻസ്, ഐ വിത്ത് ഓണസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്, ബിക്കോസ് ഞാൻ വളരെ സത്യസന്ധമായി നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പഠിക്കാനുള്ള കാലത്ത് മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഏതു കാര്യത്തിലാണോ ശ്രദ്ധിക്കുന്നത് അതിൽ സമയം കണ്ടെത്തി പഠിക്കാനും അതിന് കഠിനാധ്വാനം ചെയ്യാനും നിങ്ങൾക്ക് സാധിച്ചാൽ ഒരു തർക്കവുമില്ല, നിങ്ങൾ ജീവിതത്തിൽ എല്ലാ ഇടങ്ങളിലും വിജയിക്കും. വിജയം എന്നത് ആൽവ എഡിസൺ പറയുന്ന പോലെ ഹാർഡ് വർക്കിന്റെ അടയാളമാണ്, അല്ലാതെ ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പഠന കാലഘട്ടത്തിൽ നല്ല നമുക്ക് ചേരുന്ന തരത്തിലുള്ള, നമ്മുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള, നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് ധരിക്കുന്ന ഇടങ്ങൾ കണ്ടെത്തി അത് ചൂസ് ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിൽ ഗുണകരമാകും വിധം മാറ്റിയെടുക്കുന്നുള്ള ഏത് കഠിനാധ്വാനവും ചെയ്യാൻ കഴിയുന്ന തരത്തിൽ നിങ്ങൾ സമയം വിനിയോഗിക്കണം. അതുകൊണ്ടാവാം ഒരുപക്ഷെ നമ്മുടെ ഭാരതീയ ആചാര്യന്മാര് ലൈഫിനെ ഇങ്ങനെ മുറിച്ചു കൊടുത്തപ്പോൾ ആദ്യത്തെ ഒരു പോർഷൻ പറഞ്ഞ ബ്രഹ്മചര്യം എന്നാണ്. ബ്രഹ്മചര്യം എന്ന വാക്കിന് അദ്ദേഹം ഉദ്ദേശിച്ച, അല്ലെങ്കിൽ നമ്മുടെ ഏൻഷ്യൻ വിസ്ഡം അതിനെ കണ്ടത് അവർ മറ്റു തരത്തിലുള്ള വിവാഹ ജീവിതത്തിനെ കുറിച്ചൊന്നും അല്ല, മറിച്ച് എന്താ അവർ പറഞ്ഞത്, നിങ്ങൾക്ക് ആ സമയത്ത് പഠിക്കാനും വളരാനും വികസിക്കാനും പുരോഗമിക്കാനും ഉള്ള സമയമാണ്. ആ സമയത്ത് നിങ്ങൾ സെൻസറി ആയിട്ടുള്ള വികാരങ്ങൾക്കും ഫ്ലിംസി ആയിട്ടുള്ള കാര്യങ്ങൾക്കും അപ്രസക്തമായ കാര്യങ്ങൾക്കും വേണ്ടി സമയം ചിലവഴിക്കരുതേ എന്ന് വിളിച്ചു പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ബീങ് എ സ്റ്റുഡൻറ് പീരിയഡ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് life periods of everybody's life. And so my dear and near students and the listeners and my dear parents and respected parents, I once again tell you, take
your study period as a serious one. You involve yourself fully there. You won't waste your time in this thing and that thing and this thing. You focus and do. ഇതിൽ ആ ഫോക്കസ് ചെയ്യാൻ താല്പര്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ വെളുപ്പാങ്കാലത്ത് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഇരിക്കുന്നത്. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഹൃദയപൂർവ്വം ഞാൻ അതിലേക്ക് അഭിനന്ദിക്കുന്നു. ഇനി മൂന്നാമത്തെ ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം, ഇവിടെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ച് എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ കുറച്ചു കാലം സർവകലാശാലയിൽ ഉണ്ടായിരുന്നു. ശരിയാണ്, 29 വർഷക്കാലം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയിൽ ഞാൻ ഉണ്ടായിരുന്നു. അവിടെ ഒരു കറക്ഷൻ ആവശ്യമുണ്ട്. ഞാൻ സർവകലാശാലയിൽ നോൺ ടീച്ചിങ് കേഡറിലായിരുന്നു, പ്രൊഫസർ ആയിരുന്നില്ല. ഞാൻ അവിടെ ഒരു സെക്ഷൻ ഓഫീസറായിട്ടാണ് ജോലിയിൽ നിന്ന് വിരമിച്ചത്. പക്ഷെ 29 വർഷക്കാലം സർവകലാശാലയുടെ പ്രത്യേകിച്ചും അക്കാഡമിക് എന്ന് പറഞ്ഞാൽ UGCയുമായും AICTയുമായും AU എന്ന് പറയുന്ന ചില ഓർഗനൈസേഷനുകളുമായി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സെക്ഷനുകളിൽ ഏതാണ്ട് 29 വർഷക്കാലം ഞാൻ ജോലി ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തുനിന്ന് വായിച്ചു കിട്ടിയ അനുഭവങ്ങളുടെയും വിചാരങ്ങളുടെയും ചിന്തയുടെയും വീക്ഷണങ്ങൾക്കും അപ്പുറത്ത് എൻ്റെ ജോലിയുടെ ഭാഗമായി ഞാൻ നിരന്തരമായി അനുവർത്തിച്ചു പോകുന്ന കുറേ കാര്യങ്ങൾ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ കഴിയുന്നു എന്നത് തീർച്ചയായും എനിക്ക് ഈ ഒരു സെഷൻ ചെയ്യുന്നതിന്, പ്രത്യേകിച്ചും സർവകലാശാലകളുമായൊരു സെഷൻ ചെയ്യുന്നതിന് കൂടുതൽ ഊർജവും ഉണർവും അതിലൊരു ആധികാരികതയും ലഭിക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് I am making a little bit of talk on the matter regarding the central universities and other universities in India, as well as the significance and the method and methodology of entering in these kinds of universities and all these things that we can discuss in time. അപ്പോൾ ഇതാണ് എനിക്ക് മൂന്നാമതായി പറയാനുള്ള കാര്യം. പിന്നെ ഇതൊരു വലിയ ടോപ്പിക്, ഒരു വലിയ ഏരിയ ആണ്. എങ്കിൽ പോലും നൽകിയിട്ടുള്ള 1 മണിക്കൂർ സമയത്തിനുള്ള ഞാനൊരു 10-45 മിനിറ്റ് കൊണ്ട് എൻ്റെ ഇൻപുട്ട് സെഷൻ ഞാൻ അവസാനിപ്പിച്ച് നിങ്ങൾക്ക് ഔട്ട്പുട്ട് സെഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ട് അതിന് മറുപടിയൊക്കെ ആയിട്ട് നമുക്ക് പറഞ്ഞത് അവസാനിപ്പിക്കാം. ഒരിക്കൽ കൂടി ഇത് കേൾക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കും വിനീതമായ 1000 നമസ്കാരം. നമ്മുടെ മുമ്പിലേക്ക് ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ ലോകത്തിലെ സർവകലാശാല, നമ്മുടെ ആദ്യമേ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം, ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് നമ്മൾ നിൽക്കുന്ന വിദ്യാഭ്യാസത്തെ 2ആയിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ, 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂൾ എഡ്യൂക്കേഷൻ. 12-ാം ക്ലാസ്സിന് ശേഷം നമ്മൾ നടത്തുന്ന എല്ലാ പഠനത്തെയും നമ്മൾ വിളിക്കുക യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഓർ ഹയർ എഡ്യൂക്കേഷൻ എന്നാണ്. ഇതിനൊരു സ്വതന്ത്ര ഭാരതത്തിൽ ജീവൻ കിട്ടുന്നത് ഇന്ത്യയുടെ 2ാമത്തെ പ്രസിഡന്റ് ആയിരുന്ന, ഒരുപക്ഷെ ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ തലപ്പൊക്കമുള്ള വിദ്യാഭ്യാസ വിചക്ഷണനും ചിന്തകനുമായിരുന്ന ഡോക്ടർ S. രാധാകൃഷ്ണൻ സാറിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു കമ്മീഷൻ, ഒരു എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇന്ത്യയിൽ വെക്കുകയും ആ എഡ്യൂക്കേഷൻ കമ്മീഷൻ കൊടുത്ത വളരെ ആഴത്തിലും പരപ്പുള്ളതും കാര്യമാത്ര പ്രസക്തവുമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്വതന്ത്ര ഭാരതത്തിലെ വിദ്യാഭ്യാസത്തെ ഒന്ന് രൂപപ്പെടുത്തിയെടുത്തത്. അങ്ങനെ രൂപപ്പെടുത്തിയെടുത്തപ്പോൾ സാർ അതിന് കൊടുത്ത 2 തലങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്കൂൾ എഡ്യൂക്കേഷൻ, ദാറ്റ് ഗോസ് അപ് ടു 12th സ്റ്റാൻഡേർഡ്. Then the remaining period is generally known as higher education or university education. ആ 2ാമത്തെ ഭാഗത്ത് നമ്മൾ വിളിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസമെന്നോ സർവകലാശാല വിദ്യാഭ്യാസമെന്നാണ്. അതുകൊണ്ട് തന്നെ ആ സർവകലാശാല വിദ്യാഭ്യാസത്തിന് പ്രത്യേകമായ മിനിസ്ട്രിയും, ആദ്യകാലത്ത് അതിന്റെ പേര് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നു, പിന്നീട് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് വന്നു, പിന്നീട് വീണ്ടും ഇപ്പോഴത്തെ പ്രസന്റ് ടൈമിൽ അത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ തന്നെ പോവുകയാണ്. ഇതിനെ നിയന്ത്രിക്കുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും ഒക്കെയായി 1956 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് കൊണ്ടുവന്ന് ഈ ഹയർ എഡ്യൂക്കേഷൻ സംബന്ധിച്ച് ദ ഹോൾ വാട്ട് വി കോൾ ദ റെലം ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഹാസ് ബീൻ ടേക്കൻ ടു എ സിംഗിൾ അംബ്രേല, അണ്ടർ എ സിംഗിൾ അംബ്രേല. ഒരു കൊടക്കീഴിലേക്ക് ഇതിനെ കൊണ്ടുവന്നു. അതിനെ നിയന്ത്രിക്കാനായി ഒരു സമിതി അല്ലെങ്കിൽ ഒരു അധികാര കേന്ദ്രത്തെ ഇന്ത്യ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിന്റെ പേരാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. 1956 അതിനുശേഷം ഇങ്ങോട്ടുള്ള ചരിത്രത്തിൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്നത്. ഇതാണ് ഒരറിവ്. 2ാമത്തെ ഒരു പ്രധാന കാര്യം, നിങ്ങൾക്കറിയാം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശരിക്കും ആദ്യകാലത്ത് അത് സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്കറിയാം സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. സെൻട്രൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് അധികാരങ്ങളുള്ള ഇടങ്ങൾ,
ഉദാഹരണം പാർലമെന്റ്, പാസ്പോർട്ട്, ആർമി, എക്സ്റ്റേണൽ അഫയേഴ്സ്, അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ, കറൻസി, ഫിനാൻസ് ഒക്കെ അങ്ങനെയാണ്. രണ്ടാമത്തത് സ്റ്റേറ്റ് ഗവൺമെന്റിന് അധികാരമുള്ള ഇടങ്ങൾ, അതിനെ നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റ് എന്നാ പറയുന്നത്. ദി പവേഴ്സ് ഡെലഗേറ്റഡ് ടു സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഓൺ ദി ബേസിസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതാണ് സ്റ്റേറ്റ് സർക്കാരിന്റെ അധികാരങ്ങൾ എവിടെയെന്ന് പറയുന്നത്, അതിന് സ്റ്റേറ്റ് ലിസ്റ്റ്. ഇതിൽ മൂന്നാമത് വരുന്ന ഒന്നിന്റെ പേരാണ് കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ലിസ്റ്റിൽ പെടുന്ന പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒരുപോലെ അധികാരമുണ്ടായിരിക്കും. വൺസ് അഗെയിൻ, ഈ ലിസ്റ്റിൽ വരുന്ന പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒരുപോലെ അധികാരം ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന സെൻട്രൽ ലിസ്റ്റുമല്ല സ്റ്റേറ്റ് ലിസ്റ്റുമല്ല കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന്റെ പേരാണ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. ആയതിനാൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഇടപെടും. ഇപ്പോൾ ഒരേ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെയും ഒരേ സമയത്ത് സംസ്ഥാന സർക്കാരിന്റെയും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക രേഖ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു ഉത്തരവ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, എപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുകൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക. അപ്പോൾ ഓർക്കുക, ദിസ് ഈസ് എ കൊളാബറേറ്റീവ് ആക്ടിവിറ്റി. The players are state as well as the central. Both group has their own responsibility and their own right, and one is not superior to other, but there is a kind of cooperation. അങ്ങനെ പോകുന്നതാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ രാഷ്ട്രീയ കാരണങ്ങളാലൊക്കെ ഇത് തമ്മിലുള്ള ചില ഏറ്റുമുട്ടലുകളൊക്കെ സ്വാഭാവികമായി നടന്ന് നമുക്ക് കാണാം. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. എങ്കിലും ഒന്ന് പൊതുവെ മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഹയർ എഡ്യൂക്കേഷന്റെ ആണെങ്കിലും സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ആണെങ്കിലും കാര്യത്തിൽ സ്റ്റേറ്റിനും സെൻട്രലിനും അവരുടേതായ അധികാരങ്ങളും പരിധികളും ഒക്കെ ഉണ്ട്. അപ്പോൾ നാലാമത്തെ കാര്യം ഞാൻ അതാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിൽ കുറച്ചുകൂടെ പിറകിലേക്ക് അവിടെ നിർത്തിയിട്ട് പോകണം. ഞാൻ പറഞ്ഞതിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു ഇത്ര ഒന്നെന്ന് പറയുന്നത്, വിദ്യാഭ്യാസം സ്റ്റേറ്റിനും സെൻട്രലിനും ഒരുപോലെ അധികാരമുള്ളതാണ്. 1956 ഹയർ എഡ്യൂക്കേഷനെ നിയന്ത്രിക്കുന്നതിനായി ഒരു സമിതി വന്നു. അതിന്റെ പേരാണ് UGC. ആ UGC വരുന്നതിന്റെ പിൻപിലുള്ള ഘടകം എന്ന് പറയുന്നത് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപിതാവായിരുന്ന രാധാകൃഷ്ണൻ സാറ് വെച്ചൊരു രാധാകൃഷ്ണൻ സാറിന്റെ നേതൃത്വത്തിലുള്ള നടന്നൊരു കമ്മീഷനാണത്. കമ്മീഷന്റെ നിർദ്ദേശമാണ്. അങ്ങനെയാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ രണ്ടായിട്ട് തിരിക്കപ്പെട്ടത്, സ്കൂൾ എഡ്യൂക്കേഷനും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനും. ഇത്ര നമ്മൾ കിട്ടി. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സർവകലാശാല, ഇന്ന് നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള യൂണിവേഴ്സിറ്റി എന്ന വാക്ക് ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായി എസ്റ്റാബ്ലിഷ് ചെയ്തതും ആദ്യമായി ആരംഭിച്ചതും ഭാരതീയരാണെന്ന രീതിയിൽ നമുക്ക് അഭിമാനിക്കാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. എന്തുകൊണ്ടാണ്? BC 427 എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് മുമ്പ് 400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാല നിലനിന്നിരുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്താണ്. ഇന്ന് നമ്മൾ ബീഹാറികൾ എന്ന് വിളിക്കുന്ന ഏറ്റവും മോശമായി കാണുന്ന ഏറ്റവും പിന്നോക്ക സംസ്ഥാനങ്ങളൊന്നായ ഒരു സ്ഥലമായിരുന്നു അത്. പക്ഷെ അത് അക്കാലത്ത് പ്രാചീന ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ, ഏറ്റവും അത് ബൗദ്ധികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ചിന്താപരമായിട്ടാണെങ്കിലും ലോകത്തിന്റെ തന്നെ നെറുകയിലുണ്ടായിരുന്ന ഒരു ദേശമുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ പറയുന്ന ശരിക്കും മൗര്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന, ബുദ്ധൻ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാരങ്ങളിലൊന്നായിരുന്ന സിന്ധു നദീ നാഗരിക സംസ്കാരവുമായി ബന്ധപ്പെട്ട് ജീവൻ കൊണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരത്തിലാണ്. അത് നളന്ദ സർവകലാശാല എന്നാണ്. BC 427 ക്രിസ്തുവിന് മുമ്പ് 427 വർഷം മുമ്പ്. അതാണ് ലോകത്തിലെ ആദ്യത്തെ. ഏകദേശം 25,000 കുട്ടികൾ പഠിച്ചിരുന്ന നളന്ദ അന്നും ഇന്നും വിസ്മയമാണ്. പക്ഷെ പിൽക്കാല ചരിത്രത്തിൽ നളന്ദ എന്ന് പറയുന്നത് ചരിത്രത്തിന്റെ ഭാഗമായും ഓർമ്മയുടെ ഭാഗമായും പ്രവർത്തനം നിലച്ചുപോയ ഒരു സർവകലാശാലയാണ്. നിങ്ങൾക്കറിയാം, അതിന്റെ നിരന്തരമായ പ്രവർത്തനം നിലച്ചുപോയി. പിൽക്കാലത്താണ്, ഈ അടുത്ത കാലങ്ങൾ മാത്രമാണ് സെൻട്രൽ ഗവൺമെന്റും ബീഹാർ സ്റ്റേറ്റ് ഗവൺമെന്റും പ്രത്യേകം ഇൻട്രസ്റ്റ് എടുത്ത് നളന്ദയെ വീണ്ടും പുനർജീവിപ്പിച്ച് അത് സെൻട്രൽ യൂണിവേഴ്സിറ്റി പദവിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ മുൻപും അതാണ്. അത് കഴിഞ്ഞാൽ ഇന്ന് ലോകത്ത് ജീവിക്കുന്ന, അല്ല ഒരുപക്ഷെ തുടക്കം മുതൽ മുറിയാതെ ഈ കാലഘട്ടത്തിൽ നിങ്ങളും ഞാനും ജീവിക്കുന്ന വർത്തമാന കാലഘട്ടത്തിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു നിന്ന് മുറിവില്ലാതെ പോയ ഒരു സർവകലാശാല, ജീവിക്കുന്ന സർവകലാശാല ഏതെന്ന ചോദ്യത്തിന് മറുപടി ഇതാണ്. അത് ഈജിപ്തിലെ കെയ്റോയിലുള്ള അൽ അഷർ യൂണിവേഴ്സിറ്റിയാണ്. അത് തുടങ്ങിയ കാലഘട്ടം മുതൽ, എനിക്ക് ഒന്ന് AD 970 എൻ്റെ ഓർമ്മ ശരിയാണ്, AD 970 ഈ അൽ അഷർ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത്. ആ യൂണിവേഴ്സിറ്റി ഇടയ്ക്ക് ഇങ്ങനെ നിന്നുപോവുകയോ നശിക്കുകയും ചെയ്തിട്ടില്ല. പ്രവർത്തനം കുറച്ച് സജലമല്ലാതായെങ്കിൽ പോലും അതിന്റെ കണ്ടിന്യൂറ്റി തുടർന്ന് നിങ്ങളും ഞാനും ജീവിക്കുന്ന
2025 ഡിസംബർ മാസം 28-ാം തീയതിയും പ്രവർത്തനമുള്ള ഇന്ന് ലോകത്ത് ദ ലിവിംഗ് ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡ് ഈസ് നൺ അതർ ദാൻ ദാറ്റ് ഈസ് കെയ്റോ ദാറ്റ് ഈസ് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി. നമ്മുടെ നാട്ടിലൊക്കെ പല ഉള്ള കോളേജുകളൊക്കെ അൽ അസ്ഹർ എന്ന് വരുന്നത് അതിൽ നിന്നാണ്, കെയ്റോ യൂണിവേഴ്സിറ്റിയാണ്. ഇനി നമ്മുടെ ഒരു സങ്കല്പത്തിൽ ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇതെല്ലാം ഉണ്ടാകുന്നത് ഒരു ഈസ്റ്റേൺ രാജ്യങ്ങളിലാണ് കേട്ടോ. വെസ്റ്റേൺ എന്ന് പറയാവുന്ന ഇപ്പൊ ഈജിപ്റ്റ് ആണെങ്കിൽ പോലും പൂർണ്ണമായും ഒരു യൂറോപ്യനല്ല, ഒരു യൂറോപ്യൻ എന്ന് പറയുന്ന ആധുനിക വിദ്യാഭ്യാസത്തിന്റെ തലപ്പത്ത് നമ്മൾ വിളിക്കുന്ന പ്രധാനപ്പെട്ട സർവകലാശാലകൾ ഇന്നും നമ്മൾ പറയുന്ന എക്കാലത്തും വലിയ അഭിമാനത്തോടെ ഇന്നും തലപ്പൊക്കമുള്ള ഇപ്പൊ ടൈംസിന്റെ എഡ്യൂക്കേഷൻ ഇൻഡെക്സിനുള്ളിൽ 6ഓ 7ഓ സ്ഥാനത്തൊക്കെ നിൽക്കുന്ന, അല്ലെങ്കിൽ 4ഓ 3ഓ സ്ഥാനത്തൊക്കെ നിൽക്കുന്ന പ്രധാനപ്പെട്ട 2 സർവകലാശാലകളാണ്. അത് ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. 1096 നമ്മുടെ ഇന്ന് കാണുന്ന ക്രിസ്തുവിന് 1096 വർഷങ്ങൾക്ക് ശേഷം സ്ഥാപിച്ച ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി 1096. അവിടെ നിന്ന് കുറച്ചുകൂടെ നമ്മൾ മുൻപോട്ട് വന്നാൽ പിന്നെ വരുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ്. അത് 1209 1206 1096 ദെൻ 1209. ഇങ്ങനെ ഇതാണ്. ഇപ്പൊ ഇവർ രണ്ടുപേരും സ്റ്റിൽ നിൽക്കുന്നവരാണ്, വർഷങ്ങളായി നമ്മളോടൊപ്പം നിന്നു പോകുന്ന സർവകലാശാലകൾ ഇതായിരുന്നു. അപ്പൊ ഇംഗ്ലീഷുകാരൻ ഇന്ത്യയിലേക്ക് വരുന്നു. ഇംഗ്ലീഷുകാർ ഇന്ത്യയിലേക്ക് ഈ പറയുന്ന ഏതെങ്കിലും, അതുകൂടാതെ മറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട് നമുക്ക്, ഏൽ യൂണിവേഴ്സിറ്റി അങ്ങനെയൊക്കെ യൂണിവേഴ്സിറ്റികളുണ്ട്, ലണ്ടൻ യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട്, ലണ്ടനിലുണ്ട്. അപ്പൊ ഇംഗ്ലീഷുകാരന്റെ 1857 നിങ്ങൾക്കറിയാം 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നു, ഇംഗ്ലീഷുകാർ വരുന്നു. അതിനു മുമ്പ് പോർച്ചുഗീസുകാരും സ്പെയിൻകാരും ഒക്കെ ഇവിടെ വന്ന് അവരുടേതായ ഭരണ സംവിധാനങ്ങളും അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മിഷണറി പ്രവർത്തനത്തിന്റെ ഭാഗമായി തദ്ദേശീയരായ ജനങ്ങളെ ഭാഷ പഠിപ്പിക്കുന്നതിനും ശാസ്ത്രം പഠിപ്പിക്കുന്നതിനും, പ്രത്യേകിച്ചും ഭാഷയൊക്കെ പഠിപ്പിക്കുന്നതിനല്ല, അത് ബൈബിൾ പഠിപ്പിക്കുന്നതിനൊക്കെയായി പ്രാദേശികവും ഒക്കെയായി ചില സർവകലാശാലകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ഈ പേര് കേട്ടിട്ടുള്ള ഒന്നാവാം, അത് കൽക്കത്തയിലുള്ള സരാംപൂർ യൂണിവേഴ്സിറ്റി തിയോളജി ഒക്കെ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. സരാംപൂർ യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റിയും പോർച്ചുഗീസുകാരുടെ സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നത് വളരെ സ്പഷ്ടമായ ഒരു കാര്യമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് വളരെ കാര്യമായി ചിന്തിച്ചെടുക്കുന്ന ഒരു ഘട്ടത്തിൽ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു ചരിത്രഗതിയിലൂടെയുള്ള സഞ്ചാരങ്ങളിൽ വളരെ ഗംഭീരമായി പറഞ്ഞാൽ, അപ്പൊ ഇംഗ്ലീഷുകാർ ഇവിടേക്ക് വരുന്നു. ഇവിടെ ഉള്ളവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷുകാരന്റെ പഠനവും കേരളീയരുടെ പഠനവും ഒക്കെ ഒരു വേറെ ഏരിയയാണ്. അത് വളരെ പ്രധാനപ്പെട്ട, ഞാൻ ഈ കരിയറിന്റെ പ്ലാനിങ് ക്ലാസ്സുകളിൽ കുട്ടികൾ വളരെ ഡെപ്തായി കൊടുക്കുന്ന ഏരിയയാണ്. അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു അത്രയും പോകുന്നില്ല. ഇംഗ്ലീഷുകാരായ കുട്ടികൾക്കും ഇംഗ്ലീഷുകാരായ ഓഫീസേഴ്സിനൊക്കെ പഠിക്കുന്നതിനും അതിൽ തൽപരരായ ഇന്ത്യക്കാർക്കൊക്കെ പഠിക്കുന്നതിന് വേണ്ടി സ്കൂളുകളൊക്കെ ഉണ്ടായിരുന്നു, സർവകലാശാലകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നമുക്ക് സർവകലാശാലകളായി തുടങ്ങാൻ അവസരം നൽകുന്നത് 1857 1857 ജനുവരി 24 തീയതിയാണ്. 1857 ജനുവരി 24 കൽക്കട്ടയിൽ കൽക്കട്ട യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങും. 1857 ജനുവരി 24 ഈ മാസമാണ്, അല്ല വരുന്ന മാസമാണ്. അപ്പൊ അത് ആ 1857 തന്നെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പ്രോവിൻസുകളായ കൽക്കട്ട പ്രോവിൻസ്, ദെൻ മധ്യ ഇന്ത്യയുടെ ഭാഗമായി വരുന്ന മുംബൈ യൂണിവേഴ്സിറ്റി ഈ 1857 തന്നെ, ദെൻ ഇങ്ങോട്ട് സൗത്തിന്റെ പ്രധാന കേന്ദ്രമായ മദ്രാസിൽ ഒരു സർവകലാശാല വരുന്നു, അത് മദ്രാസ് യൂണിവേഴ്സിറ്റി. അങ്ങനെ 1857 ബ്രിട്ടീഷുകാരൻ 3 സർവകലാശാല ഇന്ത്യയിൽ സ്ഥാപിക്കുന്നു. അത് ഫസ്റ്റ് വൺ കൽക്കട്ട, ദെൻ ദ സെയിം ഇയർ ദാറ്റ് ഈസ് മുംബൈ യൂണിവേഴ്സിറ്റി, ദെൻ ലാസ്റ്റ് വൺ ഈസ് മദ്രാസ് യൂണിവേഴ്സിറ്റി. ഇത് അന്ന് മുതൽ ഈ സർവകലാശാലകളെ ഒന്ന് ബന്ധിപ്പിക്കുന്നതിനും, ശേഷം അലഹബാദിൽ വരുന്നു, അതിന് തൊട്ട് പുറകെ അങ്ങനെയൊക്കെ ധാരാളം വരുന്നുണ്ട്. പക്ഷെ ഇവരെ ഒന്ന് ബന്ധിപ്പിക്കുന്നതിനും കൂട്ടിച്ചേർക്കുന്നതിനും ഇണക്കുന്നതിനും ഒക്കെയായി അന്നുണ്ടായിരുന്ന ഒരു ഫോറമാണ് ഇന്ന് സർവകലാശാലകളുടെ കോർഡിനേഷനെ വലിയ സഹായിക്കുന്ന AIU, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം. നമ്മുടെ ഒരു ഏരിയ ഡിസ്കഷൻ അല്ല എങ്കിലും അന്നു മുതൽ ഈ കോർഡിനേഷൻ വന്നാണ്. അതിക്കാലത്ത് വലിയ പ്രാധാന്യമുണ്ട്. വിദേശത്തൊക്കെ പഠിച്ചിട്ട് നമ്മുടെ രാജ്യത്ത് തന്നെ വിവിധ സർവകലാശാലയിൽ നിന്ന് പഠിച്ച് നമ്മുടെ സർവകലാശാല എത്തുമ്പോൾ കോഴ്സുകളുടെ അംഗീകാരമൊക്കെയായി ബന്ധപ്പെട്ട് അവസാന വാക്ക് പറയുന്ന ഒരു ക്ലാസിക് ഗവൺമെന്റ് ഓർഗനൈസേഷന്റെ പേരാണ് AU, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. അതൊക്കെ ഈ കാലഘട്ടത്തിൽ തന്നെ പതുക്കെ ആരംഭിക്കുക. അപ്പൊ എങ്ങനെയാണെങ്കിലും ബ്രിട്ടീഷുകാരുടെ സമയത്ത് 1857
നമുക്കൊരു സർവകലാശാല വരുന്നു, ഒന്നല്ല 3 സർവകലാശാല, പിന്നീട് സർവകലാശാലകൾ ഇങ്ങനെ പോകുന്നു. അതിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞ് നമ്മുടെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കഴിയുമ്പോഴാണല്ലോ നമ്മുടെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുവരെയും മറ്റു പലതിന്റെയും നേതൃത്വമാണ് നമ്മുടേത് മാത്രമായ ഒരു വിദ്യാഭ്യാസ രീതിയും നമ്മുടേത് മാത്രമായ ഒരു കൾച്ചറൽ ആക്ടിവിറ്റിയും നമ്മുടേത് മാത്രമായ ഒരു അധ്യയന രീതിയും ഒക്കെ എങ്ങനെ ഉൾച്ചേർക്കണമെന്ന് അറിയാനാണ് ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സാറിന്റെ നേതൃത്വത്തിൽ വെച്ചതിനെ കുറിച്ച് ഞാൻ പലവട്ടം പറഞ്ഞു. ആ കമ്മീഷൻ വന്നതിന് ശേഷം ഇന്ത്യയുടേത് മാത്രമായ സർവകലാശാലകൾ വരുന്നു. അവിടെ മുതലാണ് നമ്മുടെ ടോപ്പിക് ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ ഇന്ന് 4 തരത്തിലുള്ള സർവകലാശാലകളുണ്ട്. വേണമെങ്കിൽ 4 തരം എന്ന് വിളിക്കാൻ. 4 തരം. The 4 types of universities are in India. The first one is known as central universities. അത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണമുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയപ്പെടുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് ഈ പറയുന്ന പ്രധാനപ്പെട്ട സംഭവം നമുക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് വിദേശ രാജ്യങ്ങളിലെ ഇതുപോലെ ഇന്ത്യക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കേന്ദ്ര സർക്കാർ വിവിധ തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ വരുന്ന കൂട്ടത്തിൽ ഒന്നാമത്തെ ലിസ്റ്റിൽപ്പെടുന്നതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ നമുക്ക് 2ആയിട്ട് മുറിക്കാം. സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ 2ആയിട്ട് മുറിക്കാം. ഒന്ന് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് ഒത്തിരി മുമ്പ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി, സാംസ്കാരിക മുന്നേറ്റത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാംസ്കാരിക പ്രവർത്തകരോ മതപുരോഗമനവാദികളോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പ്രവർത്തകരോ ഒക്കെ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒരു കോളേജ്, കുടിപ്പള്ളിക്കൂടം കോളേജ് ആകുന്നു, കോളേജ് പിന്നെ സർവകലാശാലയൊക്കെ ആയി മാറിയ ചരിത്രം നമുക്ക് ധാരാളം നന്നായിട്ട് അറിയാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒത്തിരി പിറകിൽ, അലിഗറിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും വളരെ പിറകിലുള്ള ഒരു കാലം അലിഗറിന് ആവശ്യപ്പെടാം. പക്ഷെ എന്നാലും 1800കളുടെ പ്രധാനമായിട്ടും 1800കളുടെ സമയത്താണ് 1875 മുതൽ മുസ്ലിം ജനവിഭാഗങ്ങളുടെ ഇടയിൽ പഠനത്തിനും മറ്റു കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതിന് വേണ്ടി സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന മഹാനായ വ്യക്തിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ആ സർവകലാശാല 1920 ഒരു യൂണിവേഴ്സിറ്റിയായി മാറുക. 1920 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അങ്ങനെ ആക്കുവാണ്. അതിനു മുമ്പ്, അതിനും കുറച്ചപ്പുറത്ത് ബനാറസ് എന്ന് പറയുന്ന സ്ഥലത്ത് മദൻ മോഹൻ മാളവ്യ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ പ്രദേശത്തെ ജനങ്ങൾക്ക് സംസ്കൃത ഭാഷയും ഇന്ത്യൻ സംസ്കാരവും ഒക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു കുടിപ്പള്ളിക്കൂടം പോലെ തുടങ്ങുന്ന സ്ഥാപനമാണ് ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകൾ ഒന്നായി മാറിയ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. സ്ഥാപിക്കപ്പെടുന്നത് 1916ലാണ്. 1916ലാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അപ്പോൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ചരിത്രത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒന്നാണ്. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒന്നാണ്. ജാമിയ മില്ലിയ ഇസ്ലാമിയ അങ്ങനെ വന്നതാണ്. അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമായി ചെറിയ കുടിപ്പള്ളിക്കൂടങ്ങളായിരുന്നു പിന്നീട് വലിയ സർവകലാശാലകളായി മാറിയ കുറെ സ്ഥാപനങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഉണ്ടായിരുന്നു. അന്ന് യൂണിവേഴ്സിറ്റി എന്ന പേരിലല്ല അവർ അറിയപ്പെടുന്നത്. അവരിങ്ങനെ അംഗീകരിക്കാതെയൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ചു പോവാണ്. അത്തരം സർവകലാശാലകളെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാർലമെന്റിലെ ഒരു പ്രത്യേക ബില്ലിലൂടെ അവർക്ക് കേന്ദ്ര സർവകലാശാല പട്ടം കൊടുത്തു. എന്ന് പറഞ്ഞാൽ അവരെ കേന്ദ്ര സർക്കാരിന്റെ സ്വന്തം സർവകലാശാലയായി പ്രഖ്യാപിച്ചു. അതോടുകൂടി അവർ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന പദവിയിൽ വന്നു. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളായി മാറി. അതാണ് ഒരെണ്ണം. അല്ലെങ്കിൽ ആദ്യകാലത്തുള്ള അലിഗറിന്റെയും അതുപോലെ ബനാറസിന്റെയും ജാമിയ മില്ലിയ ഇസ്ലാമിയ പോലെയുള്ള സർവകലാശാലകളുടെ സ്വഭാവം. They were educational institutions established some years back when we were in the fighting against the British government. Those great reformers started or the commenced those institutions. Later, those institutions Christianized, baptized to a new name called university. അങ്ങനെയാണ് 1916ലും 1920ലുമൊക്കെയായി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയും അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയും സെൻട്രൽ യൂണിവേഴ്സിറ്റികളായി വരുന്നു. പിന്നീട് 1969 സ്വതന്ത്ര ഇന്ത്യയിൽ ഈ ആദ്യം ഞാൻ പറഞ്ഞ
ഈ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററിന്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി 1969 അതിന്റെ പേരാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. അങ്ങനെ ഉണ്ടായ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പിന്നീട് നമുക്ക് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞ് കുറെ യൂണിവേഴ്സിറ്റികൾ നമുക്ക് അങ്ങനെ ഇതിന്റെ ചുവട് പിടിച്ച് വൺ ബൈ വണ്ണായി വന്നു. അതുപോലെ തന്നെ നമ്മൾ പിൽക്കാലത്ത് നമ്മുടെ ഓപ്പൺ എഡ്യൂക്കേഷന്റെ ഭാഗമായി കൊടുക്കാൻ ഇന്ത്യയിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ 25 ലക്ഷം കുട്ടികൾ പഠിക്കുന്ന ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അടക്കമുള്ള യൂണിവേഴ്സിറ്റികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളായി സെൻട്രൽ ഗവൺമെന്റിന്റെ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സമയങ്ങളിൽ പാർലമെന്റിൽ ബില്ല് കൊണ്ടുവന്ന് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു. അതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ആദ്യത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ബില്ല് കൊണ്ടുവന്ന് പ്രവർത്തനങ്ങൾ നിശ്ചയിച്ച് എന്തു ചെയ്യണമെന്ന് പറഞ്ഞ് അധികാരങ്ങൾ കൃത്യമായി അളന്നുകൊടുത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ ഒരു സംഘം യൂണിവേഴ്സിറ്റികൾ. അത് ചരിത്രത്തിലൂടെ നമ്മോടൊപ്പം ഇറങ്ങി വന്നവരാകാം, ചിലപ്പോൾ ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ സർവകലാശാലകൾ പോലെ JNU പോലെയുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. ഇത് കേന്ദ്ര സർക്കാരിൻ്റെതായിരുന്നു. പക്ഷെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ധാരാളം ഫണ്ട് ഉണ്ട്, വലിയ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്, ഒത്തിരി സൗകര്യങ്ങളുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഇത്തരം യൂണിവേഴ്സിറ്റികൾ മുഴുവനും കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നത് ഡൽഹിയോട് ചേർന്നുള്ള ഉത്തർപ്രദേശിലൊക്കെ മാത്രമായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ, പ്രത്യേകിച്ചും ഇന്ത്യയുടെ വിദൂര സംസ്ഥാനങ്ങളിലൊന്നും ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ആനുകൂല്യം ലഭിച്ചിരുന്നില്ല. ഇതൊരു വലിയ പ്രശ്നമായി നിന്ന സമയത്താണ് ഇതിനെ എങ്ങനെ പരിഹരിക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ, മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു പുതിയ നിയമം കൊണ്ടുവരികയും 2009 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആക്ട് എന്ന ഒരു ആക്ട് കൊണ്ടുവരികയും അത് പ്രകാരം അദ്ദേഹം ചില യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ 2 ഘട്ടങ്ങളിലായി സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട ഈ യൂണിവേഴ്സിറ്റികൾ ഞാൻ ആദ്യം പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്, അത് ഞാൻ പറഞ്ഞില്ലേ, ചരിത്രത്തിന്റെ ഭാഗമായി ഇറങ്ങി വന്ന് ചരിത്രത്തിൽ നമ്മളോടൊപ്പം നടന്ന് ഇന്ത്യയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ തുടങ്ങിയതാണെങ്കിൽ ഇത് 2000-ന് ശേഷം മാത്രം തുടങ്ങിയ യൂണിവേഴ്സിറ്റികളാണ്. ആദ്യം ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റികളൊക്കെ വ്യത്യസ്തമായ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ. All these higher education universities have their own proper noun. They are known JNU, Jawaharlal Nehru University, Banaras Hindu University. പക്ഷെ 2009 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആക്ടിലൂടെ മൻമോഹൻ സിംഗിന്റെ സർക്കാർ ഈ യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരുമ്പോൾ അതിന് പ്രത്യേകമായ പേരില്ലായിരുന്നു. അവയെല്ലാം അറിയപ്പെടുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന ഒറ്റ പേരിലാണ്. അപ്പൊ പിന്നെ എങ്ങനെ തിരിച്ചറിയുമെന്ന ചോദ്യത്തിന് ഏത് സംസ്ഥാനത്താണോ അത് പ്രവർത്തിക്കുന്നത് ആ സംസ്ഥാനത്തിന്റെ പേര് കൂടി ചേരും. അങ്ങനെ നമുക്കുകൊണ്ട് കേരളത്തിൽ ആദ്യ സമയത്ത് 2009 കൊടുത്ത യൂണിവേഴ്സിറ്റികളുടെ കൂട്ടത്തിൽ ഒന്നാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരള, അല്ലെങ്കിൽ കാസർഗോഡ് കേരള, സെൻട്രൽ യൂണിവേഴ്സിറ്റി ബീഹാർ, സെൻട്രൽ യൂണിവേഴ്സിറ്റി കർണാടക, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഗുജറാത്ത്, സെൻട്രൽ യൂണിവേഴ്സിറ്റി കാശ്മീർ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ജമ്മു. ഇങ്ങനെ പോവാ. അപ്പൊ ഇത്തരം യൂണിവേഴ്സിറ്റികൾ പിന്നീട് ഇനിയും വരാം. ഇപ്പോൾ ഇപ്പോൾ നരേന്ദ്രമോദി പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും 28 സംസ്ഥാനങ്ങളിലും വ്യത്യസ്തങ്ങളായ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ വരുമെന്നാണ്. അതിന് 16 നമുക്കുള്ളത് ആ ഒരർത്ഥത്തിൽ. അങ്ങനെ വ്യത്യസ്തങ്ങളായ സർവകലാശാലകളാണ് വന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കപ്പെടണമെങ്കിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ഒരു ബില്ല് കൊണ്ടുവന്ന് ആ ബില്ലിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്നതാണ്. ആയതിനാൽ പൂർണ്ണമായും അത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളിലായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. വേണമെങ്കിൽ പ്രത്യേകമായി പറഞ്ഞില്ലെങ്കിൽ അവരുടെ ജൂറിസ്ഡിക്ഷൻ വേണമെങ്കിൽ ഓൾ ഓവർ ഇന്ത്യയിൽ അവർക്ക് ഉപയോഗിക്കാം. പലയിടത്തും അത് ഉപയോഗിക്കാറില്ല, പറയാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാവുന്ന അലിഗറിന്റെ ഒക്കെ അത്തരം ഒരു അധികാരം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പെരിന്തൽമണ്ണയുടെ ഭാഗത്ത് അലിഗറിനൊക്കെ ഓഫ് ക്യാമ്പസ് പോലെയൊക്കെ വന്നത്. ഒരു കാലത്ത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിക്ക്, പക്ഷെ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു അമ്പലപ്പോട് കേട്ടതാണ്, അതിന്റെ ഒരു റിസർച്ച് സെന്റർ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ പാലയിലെ സെന്റ് തോമസ് കോളേജിൽ ഉണ്ടായിരുന്നു. അടുത്ത കാലത്ത് എൻ്റെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഞാൻ കണ്ടെത്തിയത്. അപ്പൊ അങ്ങനെ വിശാലമായിട്ട് അവർക്ക് പോകാവുന്ന സാധ്യതയുണ്ട്. സോ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ഓർ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റിംഗ് ആക്ട് റിഗാർഡിംഗ് ദാറ്റ് യൂണിവേഴ്സിറ്റി. അപ്പൊ അത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ നിയന്ത്രണത്തിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പഴയതും
2009 പുതിയതായി സ്ഥാപിക്കപ്പെട്ട് ഈ 2024-25 വരെ കാലഘട്ടത്തിനിടയിൽ വന്നപ്പോഴേക്കും ഓൾ ടുഗദർ നമുക്കിപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് 56 ഉണ്ട്. 56 സെൻട്രൽ യൂണിവേഴ്സിറ്റികളായി നമ്മളിങ്ങനെ മിടുക്കരായിട്ടിരിക്കുക. ഇതാണ് ഈ 56 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കാണ് അവരുടെ PG പഠനത്തിന്, പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനത്തിന് കഴിഞ്ഞ ഡിസംബർ 14 അപേക്ഷ ക്ഷണിച്ച് CUET എന്ന് പറഞ്ഞ അപേക്ഷ ക്ഷണിച്ച് നമ്മൾ പോകുന്നു. അപ്പൊ ഇവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇച്ചിരി അറിവിലേക്കാണ്. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഞാൻ ആദ്യം പറഞ്ഞ 2009 മുൻപ് സ്ഥാപിക്കപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ മുൻകാലങ്ങളിൽ അവിടേക്ക് പ്രവേശനം നൽകിയിരുന്നത്, അത് UG ആണെങ്കിലും PG ആണെങ്കിലും, പ്രധാനമായിട്ടും അവിടെ PG പ്രോഗ്രാമുകളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അത്തരം PG പ്രോഗ്രാമുകളിലേക്ക് പ്രവേശനം നൽകിയിരുന്നത് അവരുടേതു മാത്രമായ തനതായ പരീക്ഷകളോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്കോറിംഗ് രീതികളോ അവരുടെ ഒരു സെലക്ഷൻ രീതികളോ അവരുടെ ഒരു അഡ്മിഷൻ പ്രോസസ്സോ ആണ് പിന്തുടർന്നത്. അതുകൊണ്ടാണ് അത് അങ്ങനെ നടന്നുപോയത്. അതുകൊണ്ട് അവരങ്ങനെ ചെയ്തു. എന്നാൽ പിൽക്കാലത്ത് എന്താണ്, ഇങ്ങോട്ട് കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങി വന്ന് നമ്മൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ 2009 മുതൽ സ്ഥാപിക്കപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഒക്കെയായി അന്നൊരു പ്രവേശന പരീക്ഷ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു CUCET എന്നായിരുന്നു, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കോമൺ എൻട്രൻസ് ടെസ്റ്റ്. അത് ഈ 16 സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്കേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റുള്ളവർക്ക് അവരുടേത് മാത്രമായിരുന്നു. എന്നാൽ ഈ അടുത്ത നാളില് CUT എന്ന് പറയുന്ന ഇന്ത്യയിലെ 56 സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്കും പൊതുവായി ഒരു പരീക്ഷ കൊണ്ടുവരികയും ആ പരീക്ഷ UG തലത്തിലും PG തലത്തിലും കുട്ടികൾക്ക് പ്രവേശനം നൽകുന്നതിനായി നടത്തപ്പെടുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഇനി ഇതാണ് നമ്മുടെ ഫോക്കസ് ഓഫ് അറ്റൻഷൻ, ഫോക്കസ് ഓഫ് ടൈം. എങ്കിലും മറ്റ് യൂണിവേഴ്സിറ്റി എന്താണെന്ന് കൂടി പറഞ്ഞാൽ എൻ്റെ ഈ ഒരു ഏരിയ പ്രധാനമായിട്ടും തീരും. സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളാണ്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാന സർക്കാർ അവരുടെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് അവരുടെ സംസ്ഥാനത്തെ കാര്യങ്ങൾ കണക്കിലാക്കി അവർ സ്ഥാപിക്കുന്ന യൂണിവേഴ്സിറ്റികളാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ. അത് പ്രധാനമായും അത് പബ്ലിക് ഫണ്ടഡ് ആയിരിക്കും, പൊതുജനങ്ങളിൽ നിന്ന് പണമുള്ള സർക്കാരിൻ്റെതായിരിക്കും, അത് ഒരിക്കലും പ്രൈവറ്റ് ആയിരിക്കില്ല. അതിനും എന്താണ്, സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് സെൻട്രൽ പാർലമെന്റിലാണ് ബില്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നിയമസഭയിൽ ഒരു ബില്ല് കൊണ്ടുവന്ന്, അതാത് നിയമസഭയിൽ ഒരു ബില്ല് കൊണ്ടുവന്ന് ആ ബില്ലിൽ പറഞ്ഞ പ്രകാരം സ്ഥാപിക്കപ്പെടുന്നതാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ. നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ കേരളത്തിലെ വ്യത്യസ്തങ്ങളായ യൂണിവേഴ്സിറ്റികൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളാണ്. കർണാടകയിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അത്തരം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അതിന്റെ കസ്റ്റോഡിയൻ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അതിന്റെ അധികാരി. ഈവൻ UGCയുടെ അംഗീകാരം കൂടി അതിനുണ്ടെങ്കിൽ അതായി. ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത്തതിന്റെ പേരാണ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി. ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ആ വാക്കിനായിട്ടുള്ള ഡീംഡ് ടു ബി എന്ന് പറഞ്ഞാൽ ടു ബി ഓർ നോട്ട് ടു ബി എന്നാണ്. ഹാംലെറ്റ് പറഞ്ഞ വേണോ വേണ്ടയോ, ഡീംഡ് ടു ബി ആയിത്തീരാൻ. ദിസ് ഈസ് എ ഡീംഡ് ടു ബി. ഇതൊരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞാൽ ഇത് യൂണിവേഴ്സിറ്റി ആയിത്തീരാം, നാളെ ആയിത്തീരാതിരിക്കാം. അതുകൊണ്ടാണ് UGC കൃത്യമായി പറഞ്ഞത്, ഒരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആണ് അതിന്റെ താഴെ ഡീംഡ് ടു ബി എന്ന് തന്നെ എഴുതണം. അപ്പൊ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആക്ട് കൊണ്ടുവന്നിട്ട് പാർലമെന്റിൽ ബില്ല് കൊണ്ടുവന്നോ നിയമസഭയിൽ ബില്ല് കൊണ്ടുവന്നൊന്നുമല്ല. അത് UGCയുടെ ആക്ട് പ്രകാരം ഒരു പ്രത്യേക എക്സിക്യൂട്ടീവ് അധികാരത്തിലൂടെ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനായി അധികാരം കൊടുക്കുന്ന പ്രോസസ്സാണ്. അവിടെ അത് ചിലപ്പോൾ വ്യക്തികളാകാം, സർക്കാരുകളാകാം, സമൂഹങ്ങളാകാം, അങ്ങനെയൊക്കെ വരാണ്ട്. ഇപ്പൊ നമ്മൾ അറിയുന്ന ഒരു വർഷം നമ്മുടെ IIT-കൾ എന്ന് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട IIT മദ്രാസിനും അല്ലെങ്കിൽ IIT മുംബൈക്കും ഒക്കെ തുല്യമായി നിൽക്കുന്ന നമ്മളൊക്കെ പറയുന്ന ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ബിർളയുടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് രാജസ്ഥാനിലുള്ള ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഒരുപക്ഷെ IIT-ക്ക് തുല്യമുള്ളതാണ്. അതുപോലെ നമ്മുടെ നാട്ടിൽ കാണുന്ന അമൃത വിശ്വവിദ്യാപീഠം, അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് കിടക്കുന്ന എനാപ്പോയി, അല്ലെങ്കിൽ മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ദെൻ ക്രൈസ്റ്റ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി, അങ്ങനെയൊക്കെയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ അത് ഒന്നുകിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അധികാരത്തോടെയോ അല്ലെ സെൻട്രൽ ഗവൺമെന്റ് അധികാരത്തോടെയോ അവരുടേതായ വ്യവസ്ഥകൾക്ക് വിധേയമായി UGCയുടെ വ്യവസ്ഥയ്ക്ക് വിധേയമായി സ്ഥാപിക്കപ്പെടുന്നതാണ്. അത് യൂണിവേഴ്സിറ്റികൾ എന്ന രീതിയിൽ എല്ലാം ഉണ്ട്. അവർക്ക് അവരുടേതായ അധികാരങ്ങളുണ്ട്, അവർക്ക് അക്കാഡമിക് ഫ്രീഡം ഉണ്ട്, അവർക്ക് അവരുടേതായ പരീക്ഷ നടത്താൻ കഴിയും, അവർക്ക് അവരുടേതായ മാർക്ക് ലിസ്റ്റുകളും സർട്ടിഫിക്കറ്റുകളും കൊടുക്കാൻ കഴിയും. ഇതെല്ലാം കഴിയുന്ന പൂർണ്ണ അധികാരമുള്ള വലിയ സ്ഥാപനങ്ങളാണ് മൂന്നാമത് പറഞ്ഞ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി. നാലാമത്തെ ഒരിടം കൂടി ഈ അടുത്ത കാലത്ത് നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അതിന്റെ പേരാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്.
പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളും തമ്മിൽ ഒത്തിരി സാമ്യമുണ്ട്. അതിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള ആദ്യത്തെ വ്യത്യാസം, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി അത് സ്ഥാപിക്കപ്പെടുന്ന സംസ്ഥാനത്തോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ ആണെങ്കിൽ ഒരു ബില്ല് അതിനില്ല. UGCയുടെ 1956 UGCയുടെ നിയമങ്ങൾക്ക് വിധേയമായി എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ സ്ഥാപിക്കപ്പെടുന്ന ഒന്നാണെങ്കിൽ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റ് ഗവൺമെന്റ് സ്ഥാപിച്ചാലും സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപിച്ചാലും അതാത് ഭരണ സ്ഥിരാകേന്ദ്രങ്ങളായ നിയമസഭയിലോ പാർലമെന്റിലോ ഒരു ആക്ട് കൊണ്ടുവന്ന് ആ ആക്ടിന് പ്രകാരം മാത്രമേ നമുക്ക് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ ഇപ്പൊ കേരളത്തിൽ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കേരള നിയമസഭയിൽ ആ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് പാസ്സാകണം. ആ ബില്ലിന്റെ വേറെ പ്രോസസ് കണക്കുന്ന നിങ്ങൾ എപ്പോഴും കേൾക്കാറില്ല. അങ്ങനെ തുടങ്ങുന്നതാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ. ഇതിൽ ഡീംഡ് ടു ബിനും പ്രൈവറ്റിനുമുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർക്കും എല്ലാ തരത്തിലുള്ള അധികാരങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക് സാധാരണഗതിയിൽ ഇവർക്കൊരിക്കലും അഫിലിയേറ്റഡ് കോളേജുകൾ ഉണ്ടാകില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു യൂണിലാറ്ററൽ ആയിട്ടുള്ള എവിടെയാണോ പ്രവർത്തിക്കുന്നത് അവിടെ മാത്രമായിരിക്കും ക്യാമ്പസ്. ഇനി ഏതെങ്കിലും പുറത്ത് ക്യാമ്പസ് ഉണ്ടെങ്കിൽ അത് UGCയുടെ അനുവാദത്തോടെ മാത്രം എടുത്തിട്ടുള്ള ക്യാമ്പസുകളായിരിക്കും. ഈ ക്യാമ്പസുകളിലൂടെ മാത്രമാണ് അവർ പ്രവർത്തിക്കുക. അപ്പൊ നിങ്ങളൊരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയിൽ ചേരുന്ന ഘട്ടത്തിൽ അവരുടെ ക്യാമ്പസിന് പുറത്ത്, ഡീംഡ് ടു ബിയോടും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയോടും അവരുടെ ക്യാമ്പസിന് പുറത്ത് ഒരിക്കലും അവർക്ക് കൊടുത്തിട്ടുള്ള അംഗീകാരം കൊടുത്തിട്ടുള്ള ക്യാമ്പസിന് പുറത്ത് മറ്റ് സ്ഥാപനങ്ങളൊന്നും പാടില്ല എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ കാണപ്പോൾ തന്നെ അമൃത വിദ്യാപീഠം പ്രവർത്തിക്കുന്ന കോയമ്പത്തൂരും എറണാകുളത്തെല്ലാം ക്യാമ്പസ് ഉണ്ടല്ലോ എന്ന് വന്നാൽ, നിങ്ങൾ അങ്ങനെ ആർക്കെങ്കിലും ക്യാമ്പസ് ഉണ്ടെന്ന് കണ്ടാൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. www.ugc.gov.in എന്ന സൈറ്റിൽ കയറുക. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികളെ കുറിച്ച് കിട്ടും. അപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ എന്നാൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അടിക്കുക. ആ യൂണിവേഴ്സിറ്റിയുടെ പേരിന് നേരെ അടിക്കുമ്പോൾ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കുറേ ലിങ്കുകൾ വരും. അതിനുശേഷം ആ ലിങ്കിന്റെ ഏറ്റവും പുറകിൽ മോർ എന്ന് പറഞ്ഞ ഒരു ലിങ്ക് ഉണ്ട്. ആ മോർ ഞെക്കി കഴിഞ്ഞാൽ നമ്മളെ വേറൊരു വിൻഡോയിലേക്ക് കൊണ്ടുപോകും. അവിടെ ഈ യൂണിവേഴ്സിറ്റിക്ക് ഓഫ് ക്യാമ്പസ് കൊടുത്തിട്ടുണ്ടോ, ഈ യൂണിവേഴ്സിറ്റിക്ക് ഓഫ് ഷോർ കൊടുത്തിട്ടുണ്ടോ, ഈ യൂണിവേഴ്സിറ്റിക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അധികാരം കൊടുത്തിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞും ശ്രദ്ധിച്ചും ചെയ്യേണ്ടതുള്ളതുകൊണ്ടാണ് ഈ ടോപ്പിക് ഇച്ചിരി ഇൻഡെപ്ത് ആയിട്ട് കളഞ്ഞ് പോകാമെന്ന് ഞാൻ പറഞ്ഞത്. ഇതാണ് ഇന്ത്യയിലെ ഈ പറഞ്ഞ തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ. ഇതിൽ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമുക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, നമുക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നമുക്ക് ഇല്ല, കേരളത്തിലില്ല. എന്നാൽ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി നമുക്ക് 2 എണ്ണമുണ്ട്. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം പരിചയം, കേരള സർക്കാരിന്റെ തന്നെ ഡീംഡ് ടു ബി ആയ നമ്മുടെ കേരള കലാമണ്ഡലവും ഈ അടുത്ത കാലത്ത് പേപ്പതി എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചാളായിട്ടുള്ളതാണ് ചിന്മയ വിദ്യാലയത്തിന്റെ ഭാഗമായിട്ടുള്ള ചിന്മയ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയും നമുക്കുണ്ട്. ഇന്ത്യയിൽ മറ്റിടങ്ങളിലൊക്കെ വളരെ ഗംഭീരമായി ഡീംഡ് ടു ബിയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളുടെ ഒരു സ്ട്രക്ചർ. അപ്പോൾ ഇനി ഞാൻ വരുന്നത്, സമയം നമ്മുടെ തീരെയാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള സംഭവത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനത്തിനായി ബിരുദ തലത്തിലും ബിരുദാനന്തര തലത്തിലും പ്രവേശനത്തിനായാണ് CUT എന്ന് പറയുന്ന പരീക്ഷ നടത്തുക. അതിൽ ബിരുദാനന്തര തലത്തിലുള്ള പഠനത്തിനാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഏകദേശം 50, ഇപ്പൊ നമ്മുടെ ആ ലിസ്റ്റിനുള്ളിൽ ഇപ്പൊ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, നോട്ടിഫിക്കേഷൻ കയറി കഴിഞ്ഞാൽ ഒരു 35ഓളം സ്ഥലങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം അത് 50-56 യൂണിവേഴ്സിറ്റികളൊക്കെ സമയമാകുമ്പോഴത്തേക്ക് കയറി വന്നോളും. കൂടാതെ ഒരു 150ഓളം മറ്റ് സ്വകാര്യ സർവകലാശാലകളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുമൊക്കെ ഈ CUTയുടെ UG PG പരീക്ഷകളുടെ സ്കോറിങ്ങിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ വിവിധ പ്രോഗ്രാമുകളിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ നോക്കുമ്പോൾ ഒരു 200ഓളം സർവകലാശാലകൾ, ഇന്ത്യയിലെ മെച്ചപ്പെട്ട 200ഓളം സർവകലാശാലകൾ ഈ പഠനത്തിനായി പോകുന്നുണ്ട്. അപ്പൊ പിന്നെ ഒരു ചോദ്യം, നമ്മുടെ നാട്ടിൽ ധാരാളം സർവകലാശാലകൾ ഉണ്ടല്ലോ, തൊട്ടടുത്ത സംസ്ഥാനത്തുണ്ടല്ലോ, പിന്നെ എന്തിനാണ് സാർ ഞാൻ ഈ പറയുന്ന ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലോ അലിഗറിലോ JNUവിലോ ഒക്കെ പോകുന്നത്? ഇതാണ് നമ്മുടെ മുമ്പിൽ ചോദ്യം. അതിന് പലതരത്തിലുള്ള മറുപടികൾ ഉണ്ടെങ്കിലും എൻ്റെ വായനാനുഭവത്തിലും എൻ്റെ പഠന ബോധ്യങ്ങളിൽ നിന്നും എനിക്ക് 3-4 കാര്യങ്ങൾ ഇതിൽ പറയാൻ പറ്റും. ഒന്ന്, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത്, അത് ഞാൻ സൂചിപ്പിച്ച പോലെ കേന്ദ്ര സർക്കാരിന്റെ വലിയ ഫണ്ടോടുകൂടി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു എക്സ്പോഷറാണ്. ഇപ്പൊ ഞാനൊരു നല്ല ഉദാഹരണം എപ്പോഴും പറയുന്നത്, ഇപ്പോൾ ശബരിമലയിൽ കേരളത്തെ കൂടുതൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്ന ഒരു സ്ഥലമാണ് ശബരിമല. ഓക്കെ, ശബരിമലയിൽ നമുക്ക് തീർത്ഥാടകരുണ്ട്, ധാരാളം തീർത്ഥാടകർ വരുന്നു, ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷെ ഈ വരുന്ന മുഴുവൻ തീർത്ഥാടകരും എന്ന് പറയുന്നത് കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഇപ്പൊ ഇച്ചിരി ആളുകൾ ഒറീസയിൽ നിന്ന് വന്നോളൂ. ഇതിൽ
ഏകദേശം ഇതിന്റെ താഴെയാണ് ആളുകൾ വരുന്നത്. ഒരു 25-30 ലക്ഷം ആളുകൾ വരുന്നതാണ് മക്കയിൽ വരുന്ന നമ്മുടെ എന്ത് പറയുക, നമ്മൾ ഹജ്ജ് കർമ്മം. ഈ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നമ്മൾ മക്കയിൽ പോയി നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ഈ ലോകത്തിലെ ഇന്ത്യ എന്ന് മാത്രമല്ല, എന്റെ ലോകത്തിലെ 200-ൽ കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് തീർത്ഥാടകർ വരിക. അപ്പോ ഇവിടെ എന്ന് പറയുന്ന മുഹമ്മദ് ക ഹജ്ജിന് നിൽക്കുമ്പോൾ മുഹമ്മദ് തോളത്ത് ചേർന്ന് നിൽക്കുന്ന ആളെന്ന് പറയുന്നത് മൊറോക്കോക്കാരനാണ്, അപ്പുറത്ത് നിൽക്കുന്ന ആള് ഇസ്രായേലുകാരനാണ്, അപ്പുറത്ത് നിൽക്കുന്ന ഒരാള് ഈജിപ്ഷ്യനാ, അപ്പുറത്ത് നിൽക്കുന്ന ഒരാള് എന്താ പറയുക. അങ്ങനെ വ്യത്യസ്തങ്ങളായ ദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങൾ, വ്യത്യസ്തങ്ങളായ ജീവിത രീതികൾ, വ്യത്യസ്തങ്ങളായ ജീവിത സമീപനങ്ങളെ കുറിച്ച് ഒരു തുറക്കലുണ്ട് അവിടെ. എന്നതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ചേരുമ്പോൾ, നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ JNU പഠിക്കാൻ വേണ്ടി ചേരുമ്പോൾ അതേ കോഴ്സ് തന്നെ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ പഠിക്കാൻ പോകുന്ന ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന പ്രോഗ്രാം, അല്ലെങ്കിൽ വേണ്ട മുംബൈയിലെ എന്താണ് ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ സയൻസിലാണ് നിങ്ങൾ പഠിക്കാൻ പോകണമെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന സെയിം സാധനങ്ങൾ വേണമെങ്കിൽ അവിടുത്തെ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിന്റെ പ്രോഗ്രാം വേണമെങ്കിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിൽ നിങ്ങൾക്ക് പഠിക്കാം. അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന ഹിസ്റ്ററി നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം, കേരള യൂണിവേഴ്സിറ്റി പഠിക്കാം. പക്ഷെ എന്താ പ്രശ്നം? കേരള യൂണിവേഴ്സിറ്റി പഠിക്കാൻ വരുമ്പോൾ ഇടുക്കിക്കാരനും തൊടുപുഴക്കാരനും എറണാകുളംകാരനും കോഴിക്കോടുകാരനും മലപ്പുറംകാരനും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത് പഠിക്കാൻ പോകുമ്പോൾ നിങ്ങളോടൊപ്പം പഠിക്കുന്നത് കേരളീയൻ ഉണ്ട്, തമിഴ്നാട്ടുകാരനുണ്ട്, ആന്ധ്രാക്കാരനുണ്ട്, മിസോറാംകാരനുണ്ട്, നേപ്പാളി ഉണ്ട്, സിക്കിംകാരനുണ്ട്. എ മിക്സർ ഓഫ് സ്റ്റുഡൻസ് ആൻഡ് മിക്സർ ഓഫ് കൾച്ചർ, മിക്സർ ഓഫ് എക്സ്പോഷർ അല്ലേ. നെറ്റ്വർക്ക് മേക്സ് നെറ്റ്വർക്ക്സ്. നിങ്ങളുടെ നെറ്റ്വർക്ക് എത്ര വിപുലമാണ്, നിങ്ങൾ എത്രത്തോളം എക്സ്പോസ്ഡ് ആണ്, നിങ്ങൾ എത്രത്തോളം തുറന്നിരിക്കുന്നു എന്നതാണ് നാളുകളിലുള്ള നിങ്ങളുടെ വിജയപാതയുടെ ശക്തമായ കരുത്തും ഊർജവും അതിനുവേണ്ട എന്താണ് നമ്മൾ പറയുന്ന ഇന്ധനവും. അത് ശേഖരിച്ചെടുക്കാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് നൽകുന്ന അപാരമായ സാധ്യതയാണ്. ദാറ്റ്സ് എ ഗ്രേറ്റർ എക്സ്പോഷർ ഇറ്റ് ഓഫേഴ്സ്. ഫസ്റ്റ്. സെക്കൻഡ്, ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളാണല്ലോ. അപ്പൊ സ്വാഭാവികമായും ഈ രാജ്യത്ത് നിന്ന് കിട്ടാവുന്ന ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആർ ദെയർ. അത് ഏത് വിഷയം പഠിപ്പിക്കാനാണെങ്കിലും ഏത് സബ്ജക്റ്റ് പഠിപ്പിക്കാനാണെങ്കിലും ഇന്ത്യയിൽ നടക്കുന്ന ഒരു ടൈറ്റ് കോമ്പറ്റീഷന്റെ ഭാഗമായി ജോലിയിൽ വന്നവരായതിനാൽ ആ മേഖലയിലെ ആ പ്രത്യേക പഠന ഡിപ്പാർട്ട്മെന്റുകളിലുള്ള അധ്യാപകർ ഇന്ത്യയിലെ ദേശീയ നിലവാരവും അന്തർദേശീയ നിലവാരവും പുലർത്തുന്നവരാകും. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ JNU നിങ്ങൾ ഹിസ്റ്ററി പഠിക്കാൻ പോകുമ്പോൾ ഒരു കാലത്ത് നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങളെ പഠിപ്പിച്ചിരുന്നത് എന്താണ്? നമ്മൾ പറയുന്ന റൊമീല താപ്പറോ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന അതുപോലുള്ള എന്താണ് ഹുമയൂൺ കബീറിനെ പോലുള്ള ഒരു ബനാറസ് ഇപ്പുറത്ത് അലിഗറിൽ പഠിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അത്തരത്തിലുള്ള വളരെ വളരെ ശ്രദ്ധേയരായ വിപിൻ ചന്ദ്രയെ പോലുള്ളവര്, റൊമീല താപ്പറിനെ പോലുള്ളവർ പഠിപ്പിക്കുന്നു. അപ്പൊ അത് അവര് ലോക നിലവാരമുള്ള അധ്യാപകരാ. അതിനെ ഇപ്പൊ സയൻസിന്റെ മേഖലയാണെങ്കിൽ നിങ്ങൾ പോയി IISc ചേരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെയുള്ള എക്കണോമിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സ് പഠിക്കാൻ ചെല്ലുമ്പോൾ എക്കണോമിക്സിലെ ആ ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ, അവർക്ക് എന്താ പ്രത്യേകത? അവർക്ക് എപ്പോഴും അവർ വിദേശ രാജ്യങ്ങളും വിദേശ സർവകലാശാലകളിലും ഫാക്കൽറ്റികളായി പോകുകയും ക്ലാസ്സുകൾ എടുക്കുകയും അവിടെ നിന്നുള്ളവർ ഇവിടെ വരികയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ അക്കാഡമിക് സ്ട്രെങ്ത്, academic exposure, academic possibility to get the further education, and you make equipped with more capacity in academic activity, and that also leads to a research line. ആ റിസർച്ചിലേക്ക് നീണ്ടുപോകുന്ന അപാരമായ സാധ്യതയുടെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും തുറക്കപ്പെടും. അതൊരിക്കലും കേരളത്തിലുള്ള ഒരു സർവകലാശാല പിടിച്ചേ കിട്ടില്ല, അതൊരിക്കലും തമിഴ്നാട്ടിലെ ഒരു സർവകലാശാല പിടിച്ചേ കിട്ടില്ല. നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എവിടെ പോകണം? നിങ്ങൾ ഇർഫാൻ ഹബീബിന്റെ ക്ലാസ് കേൾക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് പഠിച്ചാൽ കിട്ടില്ല. അന്ന് അവിടെ പോകണം നിങ്ങൾ കേൾക്കണമെങ്കിൽ. അപ്പൊ അതുപോലുള്ള ലോകപ്രസിദ്ധരായ ദേശീയ നിലവാരത്തിനപ്പുറത്തേക്കുള്ള അധ്യാപകരുടെ അനുഭവ സമ്പത്ത്, അക്കാഡമിക് കരുത്ത്, അവരുടെ ജീവിത വീക്ഷണം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് വെച്ച് നിങ്ങളുടെ അക്കാഡമിക് ലൈഫ് കുറച്ചുകൂടെ സ്ട്രെങ്ത് ആവും. 2. 3, ഞാൻ പറഞ്ഞല്ലോ ഇത് കേന്ദ്ര സർക്കാരിന്റെയാ. പൈസക്ക് ഒരു പഞ്ഞവുമില്ല. അക്കാഡമിക് ഫ്രീഡം ഉണ്ട് അവർക്ക്, ഓട്ടോണമി ഉണ്ട് അവർക്ക്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് എന്താ സംഭവിക്കുക? ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആർ വെരി ഹൈ, വെരി ഹൈ, വെരി ഹൈ. ബിക്കോസ് യു ഷുഡ് പേ ഓൾ ദ ലെസർ എമൗണ്ട്. എനിക്ക് തോന്നുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഡൽഹി യൂണിവേഴ്സിറ്റി ഒഴികെയുള്ള, ഡൽഹി യൂണിവേഴ്സിറ്റി കീഴിലുള്ള കുറെ കോളേജുകൾ ഒഴികെയുള്ള എല്ലായിടത്തും ചീപ്പസ്റ്റ് ആണ്.
ഹോസ്റ്റൽ ഫീ എന്ന് പറഞ്ഞാൽ ഇല്ല തന്നെ. പിന്നെ മറ്റു ഫീസുകൾ നത്തിങ്, വെരി നെഗ്ലിജിബിൾ എമൗണ്ട് യു ഹാവ് ടു പേ, ബട്ട് യു ഗെറ്റ് ദി ബെസ്റ്റ് വാട്ട് വി കോൾ ദി ഫെസിലിറ്റീസ്. അത് വലിയ ലൈബ്രറികൾ അവിടെ ഉണ്ട്, വലിയ പ്ലേ ഗ്രൗണ്ടുകൾ അവിടെ ഉണ്ട്, നിങ്ങൾക്ക് നിത്യേന എക്സ്പോഷർ ചെയ്യപ്പെടുന്ന അവസരങ്ങളുടെ വലിയ കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇതൊക്കെ വരുന്നതോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ചെറിയ ചീപ്പായ ഒരു പൈസയിൽ ഉഗ്ര സ്ഥലങ്ങൾ, ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള എലൈറ്റ് ആയിട്ടുള്ള പ്രീമിയർ എക്സ്പീരിയൻസ് നിങ്ങൾ അവിടെ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇനി ഡൽഹിയിലൊക്കെ അതാണ് അതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത. ഇനി ഡൽഹിയിലെ ഏതെങ്കിലും സർവകലാശാലകളാണ് നിങ്ങൾ പഠിക്കണമെങ്കിൽ രാവും പകലും ഇല്ലാത്ത വിദേശ രാജ്യങ്ങളിലെയും സ്വദേശ രാജ്യങ്ങളിലെയും ഒക്കെ ആളുകളുടെ എക്സ്പീരിയൻസ്. എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാനിത് ഷെയർ ചെയ്യാം. ഞാനൊരു കാലത്ത് ഒരു സ്കൂൾ ടീച്ചറായിരുന്നു കേന്ദ്രീയ വിദ്യാലയ സംഘത്തിൽ കൽക്കട്ടയിൽ. ഇപ്പൊ ഞാൻ അവിടെ സ്കൂൾ ടീച്ചർ ആയിരുന്നാൽ, ഞാൻ PGT ഇംഗ്ലീഷ് പഠിപ്പിച്ച ഒരു അധ്യാപനമാണ്. അവിടെ ആയിരുന്നെങ്കിൽ ഞാൻ ആകുമായിരുന്നതിന് ലിമിറ്റ് ഉണ്ട്. അവിടെ ഞാൻ തിരിച്ച് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ വന്ന് ഒരു നോൺ ഗസ്റ്റഡ് പോസ്റ്റിൽ, ഒരു ഗസ്റ്റഡ് പോസ്റ്റിൽ നിന്ന് 27ാമത്തെ വയസ്സിൽ നോൺ ഗസ്റ്റഡ് പോസ്റ്റിൽ ജോലിക്ക് കയറുമ്പോഴും എന്നെ വല്ലാതെ ആകർഷിച്ചത് എല്ലാ ദിവസവും എന്നപോലെ സർവകലാശാലയിൽ നടക്കുന്ന വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റ്, അത് സയൻസ് ഡിപ്പാർട്ട്മെന്റിലും ഹ്യൂമാനിറ്റീസിലും ലിറ്ററേച്ചറിലും ആർട്സിലും എല്ലാമുള്ള വ്യത്യസ്തങ്ങളായ ടോക്കുകൾ, സെമിനാറുകൾ, ഡിസ്കഷൻസ്, വൺ ആഫ്റ്റർ വൺ ലോകപ്രസിദ്ധ. ഞാൻ ഈ ബിപിൻ ചന്ദ്രയെ കണ്ടിട്ടുണ്ട്, ഇർഫാൻ ഹബീബിനെ കണ്ടിട്ടുണ്ട്, റൊമീല താപ്പറെ കണ്ടിട്ടുണ്ട്, അവരുടെ പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, സിനിമാക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരി വലിയ എഴുത്തുകാരെ കണ്ടിട്ടുണ്ട്, നോബൽ റൈറ്റ്സിനെ കണ്ടിട്ടുണ്ട്, സാണു പത്മനാഭനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഡോക്ടർ സുദർശനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ സർവകലാശാല ഇവരുടെ ടോക്കുകൾ കേൾക്കാനും പഠിക്കാനും ഒക്കെ അവസരം വന്നാണ് എന്നിലെ ഒരു അക്കാഡമിക് താല്പര്യമുള്ള ഒരാളെ അത്തരം വിപുലമാക്കി. അത് ഞാൻ സർവകലാശാല, അതൊരു കേരളം പോലെയുള്ള സ്ഥലത്തെ ഒരു സാധാരണ സർവകലാശാലയുടെ പേരാണ് മഹാത്മാഗാന്ധി സർവകലാശാല. സംഭവിച്ചെങ്കിൽ അങ്ങ് നിങ്ങൾ ബനാറസിലോ അലിഗറിലോ JNUവിലോ സെന്റ് സ്റ്റീഫനിലൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് ആയിട്ടുള്ള ഗ്രോത്ത് ഇമ്മൻസ് ആയിരിക്കും. ആ സൗഹൃദം വലുതായിരിക്കും. ആ സൗഹൃദത്തിലൂടെ നിങ്ങൾക്ക് വേറെ സാധനം കൂടെ കിട്ടും. അതാ ഏറ്റവും രസകരമായ കാര്യം. എന്താണ്? നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി ഉപരിപഠനം നടത്തുന്നതിന്, ഗവേഷണം നടത്തുന്നതിന് ലഭ്യമാകുന്ന പലതരം സ്കോളർഷിപ്പുകൾ, ഉഗ്രൻ പ്ലേസ്മെന്റുകൾ ഈ പറയുന്ന സ്ഥാപനങ്ങളെ തേടി വരും. കാരണം ഒരു പ്ലേസ്മെന്റിന് വേണ്ടി നമ്മൾ തോന്നുമ്പോൾ എനിക്ക് ആവശ്യമുള്ള ഹിസ്റ്ററിയെ കുറിച്ച് അപാരമായിട്ട് അറിയുന്ന ഒരു പയ്യനാന്ന് പറഞ്ഞ ആവശ്യമുണ്ടെങ്കിൽ, രണ്ടുപേരെ ആവശ്യമുണ്ടെങ്കിൽ, ഹിസ്റ്ററി ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ബനാറസിലോ അലിഗറിലോ പോകാന്ന് നമ്മൾ പറയും. എക്കണോമിക്സ് ആണ് ഞാൻ പറയും പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി പോകാമെന്ന് പറയും. സയൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകണമെങ്കിൽ അത്തരം ഇടങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളിൽ പ്ലേസ്മെന്റ് ചാൻസുകൾ നിങ്ങൾക്ക് അപാരമായി കൂടും. വിദേശ രാജ്യങ്ങളിലെ സ്കോളർഷിപ്പുകൾ നേരിട്ട് കിട്ടുന്നതിനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങളെ വല്ലാതെ മാറ്റിമറിക്കും. അപ്പൊ ഈ ഗുണങ്ങൾ, ഈ പ്രയോജനങ്ങളൊക്കെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പഠനം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആയതിനാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. അപ്പൊ അതിൽ പല യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ഉദാഹരണം പറയുമ്പോൾ സിവിൽ സർവീസ്, അതുപോലെ ഇപ്പൊ ലാംഗ്വേജ് പഠിക്കാൻ ഒരാളെ ഉദ്ദേശിക്കുകയാണ്. ഒരാൾക്ക് ലാംഗ്വേജ് ആണ് പഠിക്കേണ്ടത്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയൊക്കെ അപ്പുറത്ത് വിദേശ ഭാഷയൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾ നേരിട്ട് ഒരു തർക്കവും വേണ്ട, ലാംഗ്വേജ് പഠിക്കുമ്പോൾ നിങ്ങൾ വേറെ ഒന്ന് അന്വേഷിക്കുക. നമ്മുടെ കേരളത്തിലും പലയിടത്തും ലാംഗ്വേജ് പഠിപ്പിക്കുന്ന നല്ല കോളേജുകളുണ്ട്. പക്ഷെ നിങ്ങൾ നേരെ എന്തുക, ഇഫ്ലു എന്ന് പറയുന്ന എന്താണ് നമ്മളെല്ലാം പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒന്നായ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ചേരും. അല്ല, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അവിടെ പറ്റിയില്ല, നിങ്ങൾക്ക് തൊട്ട് താഴെ PG പ്രോഗ്രാമിന് വിദേശ ഭാഷ പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സുഖമായി നിങ്ങൾക്ക് JNUവിൽ ചേരാം. അല്ല, എനിക്ക് എക്കണോമിക്സും ഇന്റർനാഷണൽ റിലേഷനൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എക്കണോമിക്സ് ഒക്കെ ആണെങ്കിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഗംഭീരമായിട്ട് സാധനം ഉണ്ട്. അല്ല, അതല്ല, ഇച്ചിരൂടെ ഗ്രേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പോകണമെങ്കിൽ നമ്മൾ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സും ആയിട്ട് സ്ഥലങ്ങളുണ്ട്. ഇല്ല, എനിക്ക് അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാം. അപ്പൊ അങ്ങനെയുള്ള ആ പഠനം. ഇനി സയൻസ് ആണ് എനിക്ക് പഠിക്കേണ്ടത്, പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ പോലെയുള്ള ആണെങ്കിൽ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് വലിയൊരു പഠനത്തിന് അവസരമാണ് തുറന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് അഗ്രികൾച്ചർ, മാനേജ്മെന്റ് ഒക്കെ പഠിപ്പിക്കുന്ന, മാനേജ്മെന്റിലൊക്കെ പ്രത്യേകിച്ചും നടത്തുന്ന ചില ഉഗ്രൻ ക്ലാസ്സുകൾ നമ്മൾക്ക് ഇത്തരം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ലഭിക്കുന്നു. ഞാൻ പറഞ്ഞ അത്തരത്തിൽ നമ്മളൊന്ന് ചൂസ് ചെയ്യുക. ഇവിടെ പറഞ്ഞ പോലെ ഏതാണ്ട് നമുക്കൊരു 40ഓ 70ഓളം 100ൽ കൂടുതൽ വ്യത്യസ്ത സബ്ജക്റ്റുകളൊക്കെ നമുക്ക് പഠിക്കാൻ അവസരം കിട്ടുന്നുണ്ട്. ഒത്തിരി സബ്ജക്റ്റുകൾ അവിടെ പഠിക്കാൻ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ 40ഓളം സബ്ജക്റ്റുകൾ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ളതിൽ ഒരു 4 സബ്ജക്റ്റ് നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ തിരഞ്ഞെടുത്തുകൊണ്ട് പരീക്ഷ എഴുതാൻ തയ്യാറാകാൻ കഴിയും. അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ള കോഴ്സുകൾക്ക് വേണ്ടി തയ്യാറാവുകയും അതിന് ഏറ്റവും നന്നായി കൊടുക്കുന്ന സർവകലാശാലകൾ ഏതെന്ന രീതിയിൽ നമുക്ക് അതിനെ ഒന്ന് കാണുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഗംഭീരമായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ അത് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റത്തിന്റെ കാഹളം മുഴക്കുമെന്നതിൽ തർക്കമില്ല. പക്ഷെ അവിടെയൊക്കെ ഒരു പ്രശ്നം നിങ്ങൾക്കറിയാലോ. എല്ലാ വലിയത് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും
ആവശ്യക്കാരുടെ എണ്ണം കൂടുതലും തരാൻ കഴിയുന്നവരുടെ അല്ലെങ്കിൽ സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലുമായിരിക്കും. സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലുമായിരിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു സാധനം ഉണ്ടാവും, അതിന്റെ പേരാണ് കോമ്പറ്റീഷൻ. ഇവിടെ സപ്ലൈ കുറവാണ്, ഡിമാൻഡ് കൂടുതലാണ്. അപ്പോൾ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടുതലും നിങ്ങൾക്ക് തരാൻ പറ്റുന്നതിന്റെ എണ്ണം വളരെ കുറവുമാവുമ്പോൾ അതിന്റെ മത്സരം അതിഗംഭീരമാകും. അപ്പോൾ ആ മത്സരം ഉണ്ട് എന്ന മനസ്സിലാക്കലിലൂടെ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള തന്ത്രങ്ങളും പഠന ക്രമീകരണങ്ങളും സൗകര്യങ്ങളും ഈ പറയുന്ന പരീക്ഷയെ CUT-യുടെ ഈ PG പ്രോഗ്രാമിനെ ക്രാക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ടെക്നിക്കുകളും പഠന രീതികളും ക്രമങ്ങളും മനസ്സിലാക്കി അതിനായി തയ്യാറെടുത്തുകൊണ്ട് ആ പരീക്ഷയ്ക്ക് വേണ്ടി സജ്ജലമായി നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു തർക്കമില്ല, നമുക്ക് ഇത്തരം പരീക്ഷകൾ നമുക്ക് ജയിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, വലിയ വിജയങ്ങൾ എപ്പോഴും വലിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകും, ഒരു തർക്കവുമില്ല. ഇപ്പൊ ഞാൻ എന്നും പറയുന്ന ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണം. അത് ജീനിയസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു പുസ്തകമുണ്ട്. മീനാക്ഷി അഹമ്മദ് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റിന്റെ ഒരു പുസ്തകമാണ്, അതിമനോഹരമായ പുസ്തകമാണ് ജീനിയസ് ഇൻ ഇന്ത്യ. അത് US ജോലി ചെയ്യുന്ന US കുറെ പ്രധാനികളായ ഇന്ത്യക്കാരായ ആളുകളാണ്. അപ്പൊ അവരുടെ എല്ലാം അതിൽ നമ്മൾ പറയും, നമ്മുടെ സുന്ദർ പിച്ചെ മുതൽ ഇങ്ങോട്ട് വരുന്ന ധാരാളം ആളുകളുണ്ട്. അതിൽ ഞാൻ എന്നും വളരെ അഭിമാനത്തോടെ വളരെ വീണ്ടും വീണ്ടും വായിച്ച ഒരാളുടെ പേരുണ്ട്, നിങ്ങളത് ഒന്ന് ശ്രദ്ധിക്കുക. അത് അദ്ദേഹത്തിന് ഒരു സിദ്ധാർത്ഥ മുഖർജി എന്നാണ്. 51 വയസ്സേ ഉള്ളൂ. ഇത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് അതിമനോഹരമായ ഒരു പുസ്തകമുണ്ട്, ദി എംബറർ ഓഫ് ഓൾ മെലഡീസ്, സിദ്ധാർത്ഥ മുഖർജി. ഈ സിദ്ധാർത്ഥ മുഖർജിയെ പോലെ ഉള്ളവരൊക്കെ തന്നെ, അല്ലെങ്കിൽ സുന്ദർ പിച്ചയെ പോലെ ഉള്ളവരൊക്കെ തന്നെ എങ്ങനെയാണ് ഈ ഇടങ്ങളിൽ ചെന്നത് എന്നതിന് അവർ കൊടുക്കുന്ന ഒരു പൊതുവായ ഒരു നിരീക്ഷണമുണ്ട്. ഈ മീനാക്ഷി അഹമ്മദ് അവസാനം നടന്ന ഒരു നിരീക്ഷണമുണ്ട്. ഇവരെല്ലാവരും ഒരു സാധാരണ സാഹചര്യങ്ങളിൽ വന്ന് ഒടുങ്ങാത്ത തീഷ്ണമായ ഒടുങ്ങാത്ത ആഗ്രഹത്തോടെ ലക്ഷ്യത്തിലേക്ക് നടക്കണമെന്ന ഉദ്ദേശത്തോടെ, ഉദ്ദിഷ്ടത ജാഗ്രത പ്രാപ്യ വരേ നിബോധത, ഉണരുക എഴുന്നേൽക്കുക, ലക്ഷ്യത്തിലെത്തുന്നത് വരെ നിർത്താതിരിക്കുക എന്ന ഘടോപനിഷത്തിലെ മന്ത്രം പറയുന്നത് പോലെ ആ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എല്ലാം ഉപേക്ഷിച്ച് ഒന്നിനെ മാത്രം ലക്ഷ്യം വെച്ച് നടന്നു പോയവരാണ്. അപ്പോൾ അവിടെ കുറെ സ്ട്രെയിൻ ഉണ്ട്, അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യപ്പെടും. അത് വേണ്ടാന്നൊക്കെ അവരോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഈ തണുപ്പാൻ കാലത്ത് എണീറ്റിരുന്ന് പഠിക്കേണ്ട, ഉറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഉറങ്ങിയപ്പോൾ നിങ്ങൾ എണീറ്റിരുന്നതാണ് നിങ്ങളുടെ റിസൾട്ട്. അവർ കളിക്കാൻ പോയപ്പോൾ നിങ്ങൾ മുറിക്കുള്ളിൽ പഠിച്ചതാണ് നിങ്ങളുടെ റിസൾട്ട്. അങ്ങനെ നല്ല റിസൾട്ട് നേടിക്കൊണ്ട് ഈ ഇടങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ നടത്തുന്ന കുറച്ചു കാലത്തെ, എന്നാൽ നിങ്ങളുടെ ഒരു പഠനകാലത്തെ ഒരു 6 വയസ്സ് മുതൽ നിങ്ങൾ ഒരു 23 വയസ്സ് വരെ നടത്തുന്ന ഏതാണ്ട് ഒരു എന്താ പറയുക, ഒരു 22 വർഷക്കാലം നിങ്ങൾ നടത്തുന്ന നിങ്ങളുടെ തീഷ്ണമായ ശ്രദ്ധകൾ തെറ്റിപ്പോകാതെ ലക്ഷ്യത്തെ മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് നടത്തുന്ന വലിയ ഇടപെടലുകൾ, കഠിനാധ്വാനങ്ങൾ, നിങ്ങൾ നടത്തുന്ന സമർപ്പണങ്ങൾ, ഇതാണ് നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന 50 60 വർഷം നിങ്ങളുടെ ജീവിതം ശോഭനമാക്കുന്നത്, നിങ്ങളുടെ ജീവിതം ഭംഗിയുള്ളതാക്കുന്നത്, നിങ്ങളുടെ ജീവിതം അർത്ഥവത്താക്കുന്നത്. തിരിച്ചു നോക്കുമ്പോൾ ഇത് നല്ലതായി തോന്നണം. അതുകൊണ്ടാണ് ഇടശ്ശേരി എന്ന് പറഞ്ഞ മലയാളത്തിലെ പ്രിയപ്പെട്ട കവി പറയുന്ന ഒരു വാക്കുണ്ട്, കണ്ണീരുപ്പ് പുരട്ടാതിങ്ങനെ എന്തിനു ജീവിത പലഹാരം. പ്രിയമുള്ള അനുജന്മാരെ, കണ്ണീരുപ്പ് പുരട്ടിയിട്ടാണ് ജീവിത പലഹാരം നമ്മൾ നേടിയെടുക്കുന്നത്. ഒത്തിരി രാത്രികളുടെ ഉറങ്ങാതിരുന്നതാണ് നിങ്ങളുടെ A+ ആയി മാറിയത്. അങ്ങനെ മാറ്റിക്കൊണ്ട് ഈ തരുന്ന സൗകര്യങ്ങൾ ഉപയോഗിക്കാവുന്ന രീതിയിൽ നിങ്ങൾ ശ്രദ്ധാലുക്കളായി മാറുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ക്ലാസ്സിന്റെ പറഞ്ഞ ഘട്ടത്തിൽ എൻ്റെ സുഹൃത്ത് പറഞ്ഞിരുന്നു, സാർ കുറച്ച് സർവകലാശാല, ഞാൻ അതിൽ ഏകദേശം എനിക്ക് മെച്ചമെന്ന് കണ്ട ഒരു 10-32 സർവകലാശാലകളുടെ പേരെന്ന് ഞാൻ വായിച്ചത് പറയാം. അത് നമുക്കറിയാവുന്നത് പോലെയാണ്. ഞാനൊന്ന് അത്യാവശ്യം അതോടെ പറഞ്ഞാൽ എൻ്റെ ഭാഗത്ത് തീരും. 1 മണിക്കൂറായിരുന്നു നമ്മുടെ പ്രോഗ്രാം. ഇപ്പൊ കറക്റ്റ് ഞാൻ 45 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ 1 മണിക്കൂർ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ പ്രധാനപ്പെട്ട ഒരു 10-30 നല്ല സർവകലാശാലകളുടെ പ്രധാനപ്പെട്ട കുറെ എണ്ണത്തിന്റെ പേര് ഞാനൊന്ന് നിങ്ങൾക്കായി ഒന്ന് പെട്ടെന്ന് വായിക്കാം. നമ്മുടെ സർവകലാശാലകളുടെ ഒരു ചരിത്രഗതിയിലേക്ക്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ പ്രധാന വഴിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഇന്ത്യൻ ലിസ്റ്റിൽ വെച്ചിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എടുക്കാം. ഒന്നാമത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി പ്രത്യേകിച്ചും എക്കണോമിക്സ്. ബനാറസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലെ എക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും ലാംഗ്വേജ് ഒക്കെ പഠിക്കാൻ നല്ലതാണ്. JNU ലാംഗ്വേജ്, അതുപോലെ സിവിൽ സർവീസ് പോലെ കാര്യങ്ങൾക്ക് എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഇന്റർനാഷണൽ റിലേഷൻ എല്ലാം ഗംഭീരം. പിന്നെ എന്താണ്, ഇത് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, ഫ്ലൂ, ഫോറിൻ ലാംഗ്വേജിന്റെ പഠനമായിട്ടുള്ള ഏറ്റവും നല്ലതാണ്. യൂണിവേഴ്സിറ്റി ഡൽഹി എന്ന് പറഞ്ഞാൽ ഡൽഹിക്കുള്ളിൽ ധാരാളം ക്യാമ്പസ് ഉണ്ട്. അതിന് ഇന്ത്യയിലെ ടോപ്പർ കോളേജുകൾ വരുന്നത് ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്.
ഇപ്പം നിങ്ങൾ കൊമേഴ്സ് ഒക്കെയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, പെൺകുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ലേഡി ശ്രീറാം നമുക്ക് വളരെ പ്രിയപ്പെട്ട കോളേജാണ്. ഇന്ത്യയിലെ നമ്പർ 3 ആണ് ലേഡി ശ്രീറാം. കൊമേഴ്സ് പഠനമാണ് പ്രധാനമായിട്ട്. ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ കൊമേഴ്സ് ആണ് അതിന്റെ സ്ഥലം. മലയാളി ആയിരുന്നു പലപ്പോഴും അവിടുത്തെ പ്രിൻസിപ്പൽ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവിടുത്തെ പ്രിൻസിപ്പൽ മലയാളിയാണ്. സ്വാഭാവികമായിട്ടും മലയാളിക്ക് വലിയ ബന്ധമുള്ളതാണ്. അല്ല, അതിൽ ഏറ്റവും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളുടെ ലിസ്റ്റിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ബ്രാൻഡ, ദെൻ നമ്മുടെ ശ്രീറാം കോളേജ്, ദെൻ സെന്റ് സ്റ്റീഫൻ, ദെൻ ലേഡി ശ്രീറാം അടക്കമുള്ള കോളേജുകളാണ്. അപ്പൊ ഇവിടെ എല്ലാം ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളുടെ പഠനത്തിന് വലിയ സഹായം നൽകുന്നതാണ് ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വിവിധ കോളേജുകൾ. അവിടെ നിങ്ങൾക്ക് എടുക്കാം. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി സയൻസ്, പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിക്കുന്നതിന് ഗംഭീരമുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഡൽഹി ടെക്നോളജി തന്നെയാണ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരള അതിനകത്ത് വന്നിട്ടുണ്ട്. കേരളയുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലൂടെ നമ്മൾ കൊടുക്കുന്ന ഒത്തിരി പ്രോഗ്രാമുകൾ, എംടെക് പ്രോഗ്രാമുകൾ, ധാരാളം എംടെക് പ്രോഗ്രാമുകൾ കൊടുക്കുന്നുണ്ട്. ഡോക്ടർ BR അംബേദ്കർ സ്കൂൾ ഓഫ് എക്കണോമിക് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരു ആണ്. എക്കണോമിക്സ് പഠനത്തിന് നമ്മുടെ JNU പോലെ തന്നെ രണ്ടാമതോ ഒന്നാമതോ പ്രിഫർ ചെയ്യാവുന്നതാണ് ഈ പറയുന്ന BR അംബേദ്കർ യൂണിവേഴ്സിറ്റി, എക്കണോമിക്സ് യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഈക്വലി പ്രിഫർ ചെയ്യാവുന്നതാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി. അതുപോലെ പ്രിഫർ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ JNUവും നമ്മുടെ ബനാറസും അതുപോലെയൊക്കെ പ്രിഫർ ചെയ്യാവുന്നു. മാഖൻലാൽ ചതുർവേദി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിക്കാൻ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഗംഭീരമാണ്. അരുൺ ജെയ്റ്റ്ലി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, വീണ്ടും എക്കണോമിക്സും അതിലെ മാനേജ്മെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യാവുന്നതാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് തിരുവനന്തപുരം. ഓക്കെ. ഫുഡ്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ലക്നൗ എന്ന് പറഞ്ഞാൽ ഇതും ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ കൈകാര്യം ചെയ്യുന്നു. ദെൻ വരുന്ന കുറച്ച് യൂണിവേഴ്സിറ്റി പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദെൻ ദ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ദ ഡിസൈൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഞാൻ പറഞ്ഞതാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. ജേർണലിസം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇന്ത്യയിൽ തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. വളരെ സന്തോഷം എന്ന് പറയട്ടെ, അതിന്റെ ഒരു ക്യാമ്പസ് കേരളത്തിലാണ്. കേരളത്തിലെ ഇപ്പോൾ അത് MG യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസിലാണ് അത് പ്രവർത്തിക്കുക. അത് അവരുടെ സ്വന്തമായ ബിൽഡിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ജേർണലിസം കിട്ടത്തുള്ളൂ. പക്ഷേ കേരളത്തിലുള്ള ക്യാമ്പസിൽ മലയാളത്തിലും കിട്ടുന്നു എന്നത് നിങ്ങൾക്ക് എടുക്കാവുന്ന ഒന്നാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ്, ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റൽ റിസർച്ച്, ദെൻ ലക്ഷ്മി ഭായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അറിയാലോ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ലക്ഷ്മി ഭായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂത്ത് ഡെവലപ്മെന്റ്, ശ്രീ പെരുമ്പത്തൂരുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നിങ്ങൾക്ക് സൈക്കോളജി പഠിക്കണം, യൂത്ത് ഡെവലപ്മെന്റ് പഠിക്കണം, അങ്ങ് ഏറ്റവും ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഉള്ളതാണ് രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം ഗാന്ധി റൂറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സയൻസ്. ദെൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, അറിയാമല്ലോ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരുപക്ഷെ ദ മേക്കിംഗ് ഓഫ് ഇന്ത്യ, സമയം കിട്ടിയ നിങ്ങളൊന്ന് വായിക്കണം. ദ 300 years, ദ മേക്കിംഗ് ഓഫ് ഇന്ത്യ, ടാറ്റ. ഇന്ത്യയിലെ ആദ്യത്തെ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുടെ പേരെന്ന് പറഞ്ഞാൽ IISc ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ. 1958. ഓക്കെ, 1958 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആരംഭിക്കുന്നത്. അതിന്റെ ശിലാസ്ഥാപനത്തിന് ജീവൻ കൊടുത്ത ആളുടെ പേരെന്ന് പറയുന്നത് വേറെ ആരുമല്ല, ജംഷഡ്ജി ടാറ്റയാണ്, ആദ്യത്തെ ടാറ്റ. ആ ജംഷഡ്ജി ടാറ്റയെ വികാരപ്പെടുത്തിയ ഒരു മഹാനായ വ്യക്തി ഇന്ത്യയിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം ലണ്ടനിലേക്കും ജപ്പാനിലേക്കും യാത്ര ചെയ്യുന്നതിനിടയിൽ കപ്പൽ ഡെക്കിൽ വെച്ച് പരിചയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു സന്യാസി ഉണ്ടായിരുന്നു. ആ സന്യാസി കാണുന്നു, സംസാരിക്കുന്നു. അപ്പോൾ ജംഷഡ്ജി ചോദിച്ചു, എങ്ങോട്ട് വേണം? ഞാൻ ലണ്ടനിൽ പോവാണ്, എനിക്ക് ജപ്പാനിൽ പോകണം, അവിടുന്ന് സ്റ്റീൽ പ്ലാന്റുകൾ തുടങ്ങാൻ വേണ്ടി കുറച്ച് ശാസ്ത്രകാരന്മാരെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഘട്ടത്തിൽ, വേണം, അത് നമ്മുടെ രാജ്യത്ത് തന്നെ തുടങ്ങണം ജംഷഡ്ജി. പക്ഷെ എനിക്കൊരു വലിയ എളിമയായ ഒരു നിർദ്ദേശം അങ്ങോട്ടുണ്ട്. ദയവായി എന്തുകൊണ്ട് നമുക്ക് ഈ രാജ്യത്ത് നമ്മുടെ ശാസ്ത്രകാരന്മാരെ വളർത്തിയെടുക്കാനുള്ള ഒരു സ്ഥാപനം തുടങ്ങിക്കൂടെ? അങ്ങേപോലെ ധനികരായ ആളുകൾക്ക് അത് കഴിയുമല്ലോ എന്ന നിർദ്ദേശം കൊടുക്കുകയും ആ നിർദ്ദേശത്തെ ശിരസാവഹിച്ച് 1958 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തുടങ്ങുകയും ചെയ്തു ജംഷഡ്ജി ടാറ്റ. അന്ന് ടാറ്റയെ ഉത്സാഹപ്പെടുത്തിയ, മുറിക്കുള്ളിലിരുന്ന് ഗീത വായിക്കാതെ, മുറിക്കുള്ളിലിരുന്ന് ഖുറാൻ വായിക്കാതെ, മുറിക്കുള്ളിലിരുന്ന് ബൈബിൾ വായിക്കാതെ പുറത്തുപോയി ഫുട്ബോൾ കളിക്കൂ എന്ന് പറഞ്ഞ
ഉരുക്ക് കൊണ്ടുള്ള മാംസപേശികളും ഇരുമ്പ് കൊണ്ടുള്ള ഞരമ്പുകളുമുള്ള 20 യുവാക്കളെ തന്നാൽ ഞാൻ ഇന്ത്യയുടെ ചരിത്രം മാറ്റിയെഴുതാമെന്ന് കൽക്കത്തയിലെ തെരുവിൽ നിന്ന് പറഞ്ഞ നരേന്ദ്രദത്ത എന്ന 39ാമത്തെ വയസ്സിൽ നമ്മളോട് വിട പറഞ്ഞ ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ ദേശാഭിമാനിയായ, ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ ബുദ്ധിജീവികളുള്ള ഒരാളായ, ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ വിപ്ലവകാരികളൊന്നായ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു സ്വാമി വിവേകാനന്ദ. അങ്ങനെ തുടങ്ങുന്ന ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അടക്കം ഉള്ള സ്ഥാപനങ്ങൾ നമുക്ക് ഇതിലേക്ക് പോവാണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ഞാൻ ആ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ തുടങ്ങിയതുപോലെ തന്നെയാണ് ടാറ്റയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. പിന്നെ അമിറ്റി യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് ആണ് കേട്ടോ. അലയൻസ് യൂണിവേഴ്സിറ്റി, അസീം പ്രേംജി എക്കണോമിക്സ് പഠിക്കുന്നതിന് നല്ല ഗംഭീരമാണ്, പ്രൈവറ്റ് ആണ്. പിന്നെ ഫ്ലെയിം യൂണിവേഴ്സിറ്റി അടക്കമുള്ള യൂണിവേഴ്സിറ്റികൾ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളാണ് ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് നമ്മുടേതാണ്. പിന്നെ ശിവനാടാർ യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് ആണ്. ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് ആണ്. സെന്റ് ജോസഫ് കോളേജ് ഓഫ് എക്കണോമിക്സ്, യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്റ്റഡീസ്, ദ ബെസ്റ്റ്. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഈ യൂണിവേഴ്സിറ്റികൾ മറ്റെല്ലാം നല്ലതാണ്, തർക്കങ്ങളൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് റിലയബിൾ എന്ന് കണ്ട കുറെ യൂണിവേഴ്സിറ്റികളും അവരുടെ പ്രോഗ്രാമുകളും ഞാൻ പറഞ്ഞത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ചിത്രം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നിട്ടത്. വലിയ വിശാലമായ ഒരു ലോകത്തിന്റെ ഏതോ കോണുകളിൽ ഞാനിങ്ങനെ തപ്പി തടഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് കണ്ടതാണ്. എന്താണെങ്കിലും ഈ ഒരു വലിയ ലക്ഷ്യത്തെ മുൻപിൽ കണ്ടുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ചെറിയ രീതിയിൽ കൊടുക്കാൻ മാത്രമാണ് ഈ ക്ലാസ് കഴിഞ്ഞ്. എനിഹൗ, ഐ എം വെരി മച്ച് ഹാപ്പി ടു വിത്ത് യു ആൻഡ് ഡിസ്കസ് മാറ്റർ വിത്ത് യു for last 1 hour. Actually, I promised I will conclude my class within 45 minutes. Unfortunately, I took bit time in the beginning to establish and to drive certain idea regarding the universities in India. That's why. If I now my what we call the microphone is hand over to the CG headquarters. If you want to ask any question, if the time permits, then we can. Otherwise, we can conclude the program. Thank you.